ഹലോ എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ എൻജിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് നോട്ട് ഫോർ ഡ്രോയിങ് കർവ്ഡ് ലൈൻസ്? ഓപ്ഷൻസ്: ലാർജ് സൈസ് കോമ്പസ്, സെറ്റ് സ്ക്വയേഴ്സ്, ബോ കോമ്പസ്, ഫ്രഞ്ച് കർവ്സ്. നമുക്കറിയാം കോമ്പസും ഫ്രഞ്ച് കർവ്സും കർവ്ഡ് ലൈൻ വരക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. സെറ്റ് സ്ക്വയേഴ്സ് സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി, സെറ്റ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ്. ഓപ്ഷൻസ്: ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഡിസ്റ്റൻസ്. ഓപ്ഷൻ: ലാർജ് സൈസ് ഡിവൈഡർ, സ്മോൾ ബോ ഡിവൈഡർ, സ്കെയിൽ, ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ലാർജ് ഡിവൈഡറും ബോ ഡിവൈഡറും സ്കെയിലും ഒക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൂൾ യൂസ്ഡ് ടു ഡ്രോ ആർക്സ് ആൻഡ് സർക്കിൾ ഈസ്. ഓപ്ഷൻ: പെൻ, കോമ്പസ്, പ്രൊട്രാക്ടർ, ഡി, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം സർക്കിൾസും ആർക്കും വരക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് കോമ്പസ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന കോമ്പസുകളിൽ ലാർജ് കോമ്പസ്, ബോ കോമ്പസ്, ഡ്രോപ്പ് സ്പ്രിംഗ് ബോ പെൻസിൽ ഓർ പെൻ എന്നിങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് കോമ്പസുകളുണ്ട്. ഇതിൽ ലാർജ് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് സർക്കിൾസ് കർവ്സും വരക്കാൻ വേണ്ടിയിട്ടാണ് ലാർജ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. ലാർജ് കോമ്പസിൻ്റെ ഒരു നീ ജോയിൻ്റ് ഉണ്ട്. ആ നീ ജോയിൻറ്റിൽ ലെങ്തനിങ് ബാർ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വലിയ സർക്കിൾസ് വരക്കാൻ പറ്റും. അതുപോലെ തന്നെ കോമ്പസിൻ്റെ പെൻ അല്ലെങ്കിൽ പെൻസിൽ പോയിൻ്റ് എപ്പോഴും ഡ്രോയിങ് ഷീറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബോ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ റേഡിയസ് ഉള്ള സർക്കിൾസ് വരക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 25 mm റേഡിയസിൽ താഴെയുള്ള സർക്കിൾസ് വരക്കാൻ വേണ്ടിയിട്ടാണ് ബോ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡ്രോപ്പ് സ്പ്രിംഗ് ബോ പെൻസിൽ അല്ലെങ്കിൽ പെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ഐഡൻറ്റിക്കൽ സർക്കിൾസ് വരക്കാനാണ്. അതായത് റിവറ്റ് ഹോൾസ് പോലെയുള്ള സർക്കിൾസ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ പെൻസിൽസ് യൂസ് ചെയ്യുന്നത്. ഇനി വെരി ലാർജ് സർക്കിൾസ് വരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പസാണ് ബീം കോമ്പസ്. ബീം കോമ്പസിന് ഒരു സ്ട്രെയിറ്റ് ബീമിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഒരു ഡിവൈഡർ പോയിന്റും ഒരു പെൻസിൽ പോയിന്റും ഉണ്ടാവും. ഈ പെൻസിൽ പോയിന്റ് അഡ്ജസ്റ്റബിൾ പോയിന്റ് ആണ് പെൻസിൽ പോയിന്റ്. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് റേഡിയസ് ഉള്ള വെരി ലാർജ് സർക്കിൾസ് വരക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ടൂൾ ഈസ് യൂസ്ഡ് ആസ് എ ഗൈഡ് ഇൻ ഡ്രോയിങ് ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് സെർവ്സ് ആസ് എ സപ്പോർട്ട് ഫോർ ദ സെറ്റ് സ്ക്വയേഴ്സ് വെൻ ഡ്രോയിങ് വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് ലൈൻസ്. ഓപ്ഷൻസ്: ട്രയാങ്കിൾസ്, ഫ്രഞ്ച് കർവ്സ്, ടി സ്ക്വയർ, നൺ ഓഫ് ദ എബോവ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ തന്നെ ഇൻക്ലൈൻഡും വെർട്ടിക്കൽ ലൈൻസും വരക്കാൻ വേണ്ടി സെറ്റ് സ്ക്വയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ടി സ്ക്വയർ ആണ് ആൻസർ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഹൊറിസോണ്ടൽ ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ടും വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ലൈൻസ് വരക്കാൻ വേണ്ടി സെറ്റ് സ്ക്വയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത്. ടി സ്ക്വയറിന് രണ്ട് മെയിൻ പാർട്ടാണുള്ളത്. ഒന്ന് ഹെഡ് അല്ലെങ്കിൽ സ്റ്റോക്ക്, നെക്സ്റ്റ് പാർട്ട് ബ്ലേഡ്. ബ്ലേഡിൻ്റെ ലൈൻസ് വരക്കാൻ ഉപയോഗിക്കുന്ന എഡ്ജിനെയാണ് നമ്മൾ വർക്കിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് എഡ്ജും സ്റ്റോക്കും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ടി സ്ക്വയർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബ്ലേഡ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ബ്ലേഡ് ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടി സ്ക്വയറിനെ T0, T1, T2, T3 എന്ന് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ T0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 mm ബ്ലേഡ് ലെങ്ത് ആയിരിക്കും. T1 1000 mm ബ്ലേഡ് ലെങ്ത്, T2 700 mm ബ്ലേഡ് ലെങ്ത്, T3 500 mm ബ്ലേഡ് ലെങ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ടൂൾ ഈസ് യൂഷ്വലി യൂസ്ഡ് ടു പ്രൊജക്ട് സം ഇറഗുലർ ഷേപ്പ് ഓഫ് കർവ് ഇൻ എ പെർട്ടിക്കുലർ ഡ്രോയിങ്. ഓപ്ഷൻസ്: ഫ്രഞ്ച് കർവ്, പ്രൊട്രാക്ടർ, കോമ്പസ്, ഡി, നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഇറഗുലർ ഷേപ്പ് കേർവ്സ് വരക്കാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഫ്രഞ്ച് കർവ്. ഫ്രഞ്ച് കർവ് പ്ലാസ്റ്റിക്കിലോ മെറ്റലിലോ അല്ലെങ്കിൽ വുഡിലോ ഉള്ള ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതിൽ ഡിഫറെൻറ്റ്
ഷേപ്പിലും സൈസിലുള്ള കേർവ്സ് ഉണ്ടാവും. ഈ കേർവ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് റേഡിയസിലുള്ള കർവുകൾ ഡ്രോയിങ്ങിൽ വരക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഇൻ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ് ഈസ്. ഓപ്ഷൻസ് മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ ആൻഡ് കിലോമീറ്റർ. ആൻസർ ഓപ്ഷൻ എ millimeter. Next question, the main function of this tool is to reproduce the measurements of an object in a reduced or enlarged size. Options compass, protractor, triangle. Option D triangular scales. നമുക്കറിയാം എൻലാർജ്ഡ് സൈസിലോ റെഡ്യൂസ്ഡ് സൈസിലോ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഒബ്ജക്റ്റിനെ വരക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ് സ്കെയിൽസ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ട്രയാങ്കുലർ സ്കെയിലാണ് ആൻസർ. നെക്സ്റ്റ്, ദിസ് ഡ്രാഫ്റ്റിംഗ് ടൂൾ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ റെസ്റ്റ് ഓഫ് ഡ്രോയിങ് വെൻ റിമൂവിങ് അൺനെസസറി ലൈൻസ്. അൺനെസസറി ആയിട്ടുള്ള ലൈൻസ് ഇറേസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഡ്രോയിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇറേസിംഗ് ഷീൽഡ്, ബി ഇറേസർ, സി മാസ്കിംഗ് ടേപ്പ്, ഡി ഷാർപ്പനർ. നമുക്കറിയാം അൺനെസറി പാർട്ടിനെ ഇറേസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോർഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്രോയിങ്ങിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇറേസിംഗ് ഷീൽഡ്. നെക്സ്റ്റ്, ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് മെഷർമെൻറ്റ്സ്. ഓപ്ഷൻ എ ഡിവൈഡർ, ബി കോമ്പസ്, സി പ്രൊട്രാക്ടർ, ഡി ട്രയാങ്കിൾ. ആൻസർ ഓപ്ഷൻ എ ഡിവൈഡർ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ മെഷർമെൻറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഡിവൈഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനി ഡ്രാഫ്റ്റർ സെർവ്സ് ദ പർപ്പസ് ഓഫ് എവറിത്തിങ് എക്സെപ്റ്റ്. ഓപ്ഷൻസ് സ്കെയിൽ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, കോമ്പസ്. നമുക്കറിയാം മിനി ഡ്രാഫ്റ്ററിന് ടി സ്ക്വയറിൻ്റെയും സ്കെയിൽസിൻ്റെയും സെറ്റ് സ്ക്വയറിൻ്റെയും പ്രൊട്രാക്ടറിൻ്റെയും ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി കോമ്പസ്. ആർച്ചും സർക്കിൾസും വരക്കാനാണ് കോമ്പസ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം മിനി ഡ്രാഫ്റ്ററിൻ്റെ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരെൻഡിൽ ഡ്രോയിങ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഫിക്സിംഗ് ക്ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് എൻഡിൽ 90 ഡിഗ്രിയിലുള്ള 2 സ്കെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രൊട്രാക്ടർ ഹെഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്രൊട്രാക്ടർ ഹെഡിൽ നമ്മൾ ഡിഫറെൻറ്റ് ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്കെയിൽ ഹോൾഡ് ചെയ്യുന്ന ഇൻഡെക്സ് പ്ലേറ്റിന് ഒരു റെഫറൻസ് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഫിക്സിംഗ് ക്ലാമ്പും സ്കെയിലും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് 2 സെറ്റ് പാരലോഗ്രാം ബാർസ് വെച്ചിട്ടാണ്. ഇതാണ് മിനി ഡ്രാഫ്റ്റിൻ്റെ മൂവിങ്ങിനെ ഗൈഡ് ചെയ്യുന്നത്. ഈ സെറ്റ് ഓഫ് പാരലോഗ്രാം ബാർസ് ആണ്. ഈ സ്കെയിൽ ഫിക്സ് ചെയ്ത എൻഡിൽ നമുക്കൊരു ലോക്കിംഗ് നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ നോബ് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കെയിൽ ഡിഫറെൻറ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദ കോമ്പിനേഷൻ ഓഫ് ടി സ്ക്വയർ ആൻഡ് സെറ്റ് സ്ക്വയർ ദ ഫോളോയിങ് ആംഗിൾ ക്യാൻ ബി ഡ്രോൺ എക്സെപ്റ്റ്. ഓപ്ഷൻ 15 ഡിഗ്രി, 25 ഡിഗ്രി, 45 ഡിഗ്രി, 105 ഡിഗ്രി. ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും യൂസ് ചെയ്തിട്ട് വരക്കാൻ പറ്റാത്ത ആംഗിൾ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ടി സ്ക്വയറിൻ്റെയും സെറ്റ് സ്ക്വയറിൻ്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്ക് 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള എല്ലാ ആംഗിളും വരക്കാൻ പറ്റും. ആൻസറിൽ 15 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ അല്ലാത്തത് 25 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി 25 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following compass is used to draw very large circles? Options beam compass, large compass, bow compass, drop compass. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പസുകളെ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ വെരി ലാർജ് ടൈപ്പ് സർക്കിൾസ് വരക്കാൻ ഉപയോഗിക്കുന്ന കോമ്പസ് ആണ് ബീം കോമ്പസ്. അതുകൊണ്ട് ഓപ്ഷൻ എ ബീം കോമ്പസ് ആണ് ആൻസർ. ലാർജ് കോമ്പസ് ഉപയോഗിക്കുന്നത് ലാർജ് സർക്കിൾസിനെ വരക്കാനാണ്. വെരി ലാർജ് സർക്കിൾസ് വരുന്ന കേസുകളിലാണ് ബീം കോമ്പസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബോ കോമ്പസ് ഉപയോഗിക്കുന്നത് വളരെ ചെറിയ റേഡിയസ് ഉള്ള സർക്കിൾസ് വരക്കാനാണ്. അതായത് 25 mm റേഡിയസിലും താഴെയുള്ള സർക്കിൾസ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. ഇതാണ് ബീം കോമ്പസ്. ഇതിനൊരു ഡിവൈഡർ പോയിന്റും ഒരു പെൻസിൽ പോയിന്റും ഉണ്ടാവും. ഈ പോയിന്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെരി ലാർജ് സർക്കിൾസ് വരക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസിഗ്നേഷൻ ഓഫ് ഷീറ്റ് ഓഫ് സൈസ് 594 into 841 is. Options A0, A1, A2, A3. ആൻസർ ഓപ്ഷൻ ബി A1. A1 ഷീറ്റിൻ്റെ സൈസാണ് 594 into 841. നമുക്കറിയാം ഷീറ്റിൻ്റെ ഡിഫറെൻറ്റ് സൈസ് അനുസരിച്ചിട്ട് A0, A1, A2, A3, A4,
ആൻഡ് A5 എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ A0 ആണ് ലാർജസ്റ്റ് സൈസുള്ള ഷീറ്റ്. A0യുടെ സൈസ് 841 mm × 1189 mm. A1ൻ്റെ സൈസ് 594 × 841, A2 420 × 594, A3 297 × 420, A4 210 × 297, A5 148 × 210. ഇതിൽ ഈ A സീരീസിലുള്ള എല്ലാ ഷീറ്റിൻ്റെയും ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആണ്. അതുപോലെ തന്നെ A0 ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 m² ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ടു ഫിക്സ് ഡ്രോയിങ് ഷീറ്റ് ഓൺ ദ ബോർഡ്? ഓപ്ഷൻസ് ഡ്രോയിങ് പിൻസ്, അഡ്ഹസീവ്സ്, ക്ലിപ്സ്. ഓപ്ഷൻ ഡി ത്രെഡ്. നമുക്കറിയാം ഡ്രോയിങ് പിൻസും അഡ്ഹസീവ്സും ക്ലിപ്സും ഒക്കെയാണ് ഡ്രോയിങ് ബോർഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ത്രെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് പെൻസിൽ ലെഡ്സ് ആർ? ഓപ്ഷൻ ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ, ലെഡ് ആൻഡ് ഗ്രാഫൈറ്റ്, ക്ലേ ആൻഡ് ലെഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ എ ഗ്രാഫൈറ്റ് ആൻഡ് ക്ലേ ആണ് പെൻസിലിൻ്റെ ലെഡിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. നെക്സ്റ്റ്, എ സീരീസ് ഓഫ് പേപ്പർ ഹാസ് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് അപ്രോക്സിമേറ്റ്ലി? ഓപ്ഷൻ എ 3:2, ഓപ്ഷൻ ബി √3:1, ഓപ്ഷൻ സി √2:1, ഓപ്ഷൻ ഡി 5:3. നമ്മൾ പറഞ്ഞു എ സീരീസ് പേപ്പറിൽ ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരലൽ ലൈൻസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ്? ഓപ്ഷൻസ് മിനി ഡ്രാഫ്റ്റർ, T-സ്ക്വയർ, പെയർ ഓഫ് സെറ്റ് സ്ക്വയർസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഈ 3 ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടും പാരലൽ ലൈൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ്, നീഡിൽ പോയിന്റ് ഓഫ് ദ കോമ്പസ് ഷുഡ് ബി ഡാഷ് ദ ലീഡ് പോയിന്റ്? ഓപ്ഷൻ എ ഈക്വൽ ടു, ഓപ്ഷൻ ബി ലോങ്ങർ ദാൻ, ഓപ്ഷൻ സി ഷോർട്ടർ ദാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ബി ലോങ്ങർ ദാൻ ആണ് ആൻസർ. അതായത് കോമ്പസിൻ്റെ നീഡിൽ പോയിന്റ് എപ്പോഴും അതിൻ്റെ ലെഡ് പോയിന്റിനേക്കാളും ലോങ്ങർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സോഫ്റ്റസ്റ്റ് പെൻസിൽ? ഓപ്ഷൻ എ 2B, ഓപ്ഷൻ ബി 1B, ഓപ്ഷൻ സി HB, ഓപ്ഷൻ ഡി H. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് പെൻസിൽ 2B ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ 2B ആണ് ആൻസർ. നമുക്കറിയാം നമ്മൾ ഡ്രോയിങ് പെൻസിലിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഗ്രേഡിനനുസരിച്ചിട്ടാണ്. ആ ഗ്രേഡ് ഡിസൈഡ് ചെയ്യുന്നത് ആ പെൻസിലിൻ്റെ ലെഡിൻ്റെ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഹാർഡ്നെസ് ആണ്. അങ്ങനെ ഹാർഡ്നെസ്സിന് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രോയിങ് പെൻസിലിനെ 9H to 7B വരെ 18 ടൈപ്പ് പെൻസിൽ ഗ്രേഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഏറ്റവും ഹാർഡ്നെസ് ഉള്ളതാണ് 9H, ഏറ്റവും സോഫ്റ്റസ്റ്റ് ആണ് 7B. ഈ H വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഹാർഡ്നെസ് ഡിക്രീസ് ചെയ്ത് വരും. അതുപോലെ തന്നെ B വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സോഫ്റ്റ്നെസ് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നതിൽ ഏറ്റവും കൂടുതൽ B വാല്യൂ ഉള്ളത് 2B ആണ്. അതുകൊണ്ട് ഈ ഓപ്ഷനിൽ 2B ആണ് സോഫ്റ്റസ്റ്റ് പെൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെഡ് ബിക്കം സോഫ്റ്റർ ആസ് ദ ന്യൂമറൽ H ഓൺ ദ പെൻസിൽ ഡാഷ്? ഓപ്ഷൻസ് ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻസ് ദ സെയിം, ഡി നൺ ഓഫ് ദ എബോവ്. നമ്മൾ പറഞ്ഞു പെൻസിലിൻ്റെ ഗ്രേഡിൽ H വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഹാർഡ്നെസ് ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, സോഫ്റ്റ്നെസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ H വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്, സോഫ്റ്റ്നെസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഡിക്രീസസ്. H വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് പെൻസിൽ ബിക്കം സോഫ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിസൽ പെൻസിൽസ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഡാഷ്? ഓപ്ഷൻസ് സ്ട്രെയിറ്റ് ലൈൻസ്, കേർവ്ഡ് ലൈൻസ്, ഫ്രീ ഹാൻഡ് ലൈൻ വർക്ക്, ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ ഓപ്ഷൻ എ സ്ട്രെയിറ്റ് ലൈൻസ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ചിസൽ പെൻസിലിൻ്റെ എഡ്ജ് ഉണ്ടാവുക. ഒരു ഷാർപ്പ് എഡ്ജും ഒരു ഫ്ലാറ്റ് ആംഗിൾഡ് എഡ്ജുമാണ് ഉണ്ടാവുക. ഈ ഷാർപ്പ് എഡ്ജ് സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ടും ഡീറ്റെയിൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഫൈൻ മാർക്കിങ്സ് ചെയ്യാനുമാണ് ഷാർപ്പ് എഡ്ജ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റെഡ്യൂസ്ഡ് സ്കെയിൽ? ഓപ്ഷൻ എ 1:2, ഓപ്ഷൻ ബി 1:10, ഓപ്ഷൻ സി
1:100. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഇവിടെ ആൻസർ ഓൾ ഓഫ് ദ എബോവ് ആണ്. ഈ തന്നിരിക്കുന്ന എല്ലാ സ്കെയിലും റെഡ്യൂസ്ഡ് സ്കെയിൽസ് ആണ്. നമുക്കറിയാം സ്കെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ലീനിയർ ഡയമെൻഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് ടു ആക്ച്വൽ ഡയമെൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഡ്രോയിങ്ങിലെ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻസും ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ഡ്രോയിങ്ങിൽ സ്കെയിൽസ് 3 ക്ലാസിഫൈ ചെയ്യാം. ഫുൾ സൈസ് സ്കെയിൽ, റെഡ്യൂസ്ഡ് സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽസ്. ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്ങിലെ ഒബ്ജക്റ്റിൻ്റെ ലീനിയർ ഡയമെൻഷൻസും ആക്ച്വൽ ഡയമെൻഷൻസും സെയിം ആണെങ്കിൽ നമുക്കതിനെ ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറയാം. നെക്സ്റ്റ് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്ങിലെ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻസ് ആക്ച്വൽ ഡയമെൻഷൻസിനേക്കാളും കുറവാണെങ്കിൽ നമുക്കത് റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയാം. റെഡ്യൂസ്ഡ് സ്കെയിൽ എപ്പോഴും നമ്മൾ എഴുതുന്നത് 1:x എന്നുള്ള ഫോർമാറ്റിലാണ്. ഇതിൽ എക്സ് എപ്പോഴും 1-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. നെക്സ്റ്റ് എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ്ങിലെ ഡയമെൻഷൻസ് ആക്ച്വൽ ഡയമെൻഷനേക്കാളും കൂടുതലായിരിക്കും. ഈ എൻലാർജ്ഡ് സ്കെയിൽ നമ്മൾ എഴുതുന്നത് x:1 എന്നുള്ള ഫോർമാറ്റിലാണ്. ഇതിൽ എക്സ് 1-നേക്കാളും ലാർജർ വാല്യൂ ആയിരിക്കും. നെക്സ്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ഇൻ ഡ്രോയിങ് ടു ആക്ച്വൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് വെൻ ബോത്ത് ദ ലെങ്ത്സ് ആർ ഇൻ സെയിം യൂണിറ്റ്. 2 ഡയമെൻഷൻസുകളും സെയിം യൂണിറ്റിലാണെങ്കിൽ ഡ്രോയിങ്ങിലെ ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷൻസും ആക്ച്വൽ ഡയമെൻഷൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ലെഡ് ഗ്രേഡ് ഹാസ് എ ഗ്രേഡ് ഔട്ട് ഓഫ് സീക്വൻസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് അല്ലാത്ത സീക്വൻസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള സീക്വൻസ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി. നമുക്ക് തന്ന ഓപ്ഷനിൽ 7BHF എന്നാണ് തന്നിരിക്കുന്നത്. കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 7BFH3H ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആംഗിൾ കനോട്ട് ബി മെയ്ഡ് വിത്ത് ഐദർ എ 45 or 30-60 ട്രയാങ്കിൾ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദ ടു. 45 അല്ലെങ്കിൽ 30-60 സെറ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ട് മേക്ക് ചെയ്യാൻ പറ്റാത്ത ആംഗിളിനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 90 ഡിഗ്രി, 70 ഡിഗ്രി, 13 ഡിഗ്രി, 15 ഡിഗ്രി. 45 അല്ലെങ്കിൽ 30-60 സെറ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് 15ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആംഗിളാണ്. അതുകൊണ്ട് തന്നെ മേക്ക് ചെയ്യാൻ പറ്റാത്ത ആംഗിൾ ഓപ്ഷൻ ബി 70 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് യൂഷ്വലി കണ്ടെയ്ൻ ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഡാഷ്. ഓപ്ഷൻ ബോ കോമ്പസ്, സ്കെയിൽ, ഡിവൈഡേഴ്സ്, ഡി സെക്സ്റ്റൻറ്റ്. തന്ന ഓപ്ഷനിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് സെറ്റിൽ പെടാത്ത ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി സെക്സ്റ്റൻറ്റ്. സെക്സ്റ്റൻറ്റ് 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഒരു നാവിഗേഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈറ്റിൽ ബ്ലോക്ക് ഓൺ വർക്കിംഗ് ഡ്രോയിങ് ഷുഡ് ഇൻക്ലൂഡ് ഡാഷ്. ഓപ്ഷൻ ഷീറ്റ് നമ്പർ, ലൈൻ ടൈപ്പ്, ലെയർ സെറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രിൻറ്റ് ചെയ്യുന്ന ടേബിളാണ് ടൈറ്റിൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഡ്രോയിങ് ഷീറ്റിൻ്റെ റൈറ്റ് ബോട്ടം സൈഡിലാണ് ഉണ്ടാവുക. ഈ ടൈറ്റിൽ ബോക്സിൽ നെയിം ഓഫ് ദ ഡ്രോയിങ്, നെയിം ഓഫ് ദ ഫേം, സ്കെയിൽ, ഡ്രോയിങ് ഷീറ്റ് നമ്പർ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഈ ടൈപ്പ് ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലൈൻ ടൈപ്പ്, ലെയർ സെറ്റ് ഇതുപോലെയുള്ള ഇൻഫർമേഷൻ ഒന്നും ടൈറ്റിൽ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഷീറ്റ് നമ്പർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ ക്രിട്ടിക്കൽ ഇഷ്യൂ ഡ്രാഫ്റ്റേഴ്സ് നീഡ് ടു പേ ക്ലോസ് അറ്റൻഷൻ ടു ഈസ് ദ ഡാഷ്. ഓപ്ഷൻ എ സൈസ് ഓഫ് ദ ഷീറ്റ്, ബി ഡിസൈനേഴ്സ് ഇൻറ്റൻറ്റ്, ഓപ്ഷൻ സി സ്കെയിൽ ഫാക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഡിസൈനേഴ്സ് ഇൻറ്റൻറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ആൻഡ് ടു മെഷർ ഡയമെൻഷൻസ്. ദേ ആർ ഡാഷ്. ഓപ്ഷൻ ഫ്ലാറ്റ് സ്കെയിൽസ്, ബിവൽ എഡ്ജ്ഡ് സ്കെയിൽസ്, ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ സ്കെയിൽസ്. ഓപ്ഷൻ ഡി എനി ഓഫ് ദീസ്. ബിവൽ എഡ്ജ്ഡ് സ്കെയിൽസും ഫ്ലാറ്റ് സ്കെയിൽസും ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ സ്കെയിൽസും എല്ലാം യൂസ് ചെയ്യുന്നത് ഡയമെൻഷൻസ് മെഷർ ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി എനി ഓഫ് ദീസ്. നെക്സ്റ്റ് എ ഡ്രാഫ്റ്റിംഗ് മെഷീൻ സെർവ്സ് ദ പർപ്പസ് ഓഫ്. ഓപ്ഷൻ എ ടി സ്ക്വയർ ആൻഡ് സെറ്റ് സ്ക്വയർ, ഓപ്ഷൻ ബി സെറ്റ് സ്ക്വയർ ആൻഡ് പ്രൊട്രാക്ടർ, ഓപ്ഷൻ സി പ്രൊട്രാക്ടർ ആൻഡ് സ്കെയിൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഡ്രാഫ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ മിനി ഡ്രാഫ്റ്റർ
ടി സ്ക്വയറിൻ്റെയും സെറ്റ് സ്ക്വയറിൻ്റെയും പ്രൊട്രാക്ടറിൻ്റെയും സ്കെയിലിൻ്റെയും ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൊട്രാക്ടർ ഹെഡ് ഇൻ ദ drafting machine has a spring loaded clutch relieving handle which rotates and lock at dash interval automatically. Options 15 degree, 25 degree, 30 degree, 45 degree. ഡ്രാഫ്റ്റിംഗ് മെഷീനിലെ പ്രൊട്രാക്ടർ ഹെഡിലുള്ള ലോക്കിംഗ് മെക്കാനിസം എത്ര ഡിഗ്രിയിലാണ് ലോക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 15 ഡിഗ്രി. ഓരോ 15 ഡിഗ്രി ഇൻ്റർവെല്ലിലും അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ്ഡ് ലൈൻ ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ ഔട്ടർ ബൗണ്ടറി, ബി എൻഡ് ബ്രേക്ക് ലൈൻ, സി ഹിഡൻ ലൈൻ, ഡി ഓൾ ഓഫ് ദ എബോവ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത് ഹിഡൻ പാർട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി, ഹിഡൻ ലൈൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈൻസ് ആണ്. ഫസ്റ്റ് വൺ ടൈപ്പ് എ ലൈൻസ്, കണ്ടിന്യൂസ് തിക്ക് ലൈൻസ്. നമുക്കറിയാം വിസിബിൾ ഔട്ട്ലൈൻസും വിസിബിൾ എഡ്ജസും റെപ്രസെൻറ്റ് ചെയ്യാനാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂസ് തിൻ ലൈൻസ് അല്ലെങ്കിൽ ടൈപ്പ് ബി ലൈൻസ്. ഡയമെൻഷൻ ലൈൻസ്, ലീഡർ ലൈൻസ്, ഹാച്ചിങ് ലൈൻസ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ ലൈൻസ്, ഇൻ്റർസെക്ഷൻ ലൈൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ടൈപ്പ് ബി ലൈൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് തിൻ ലൈൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് സി ലൈൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻസ്. ഇൻറ്ററപ്റ്റഡ് വ്യൂസ് അല്ലെങ്കിൽ പാർഷ്യൽ സെക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കണ്ടിന്യൂസ് തിൻ വിത്ത് സിഗ്സാഗ് ലൈൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഡി ലൈൻസ്. നമ്മൾ ലെങ്തി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയൊക്കെ ഡയമെൻഷൻ ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് ലൈൻസ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഡാഷ്ഡ് തിക്ക് ലൈൻസ് അല്ലെങ്കിൽ ടൈപ്പ് ഇ ലൈൻസ്. ഹിഡൻ ഔട്ട്ലൈൻസും ഹിഡൻ എഡ്ജസൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഡാഷ്ഡ് തിക്ക് ലൈൻസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഡാഷ്ഡ് തിൻ ലൈൻസ്. ഹിഡൻ ഔട്ട്ലൈൻസും ഹിഡൻ എഡ്ജസും റെപ്രസെൻറ്റ് ചെയ്യാൻ തന്നെയാണ് ഡാഷ്ഡ് തിൻ ലൈൻസും ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് തിൻ ചെയിൻ ലൈൻസ് അല്ലെങ്കിൽ ടൈപ്പ് ജി ലൈൻസ്, സെൻട്രൽ ലൈൻസ്, ലൈൻ ഓഫ് സിമെട്രി, ട്രജക്ടറീസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഈ ടൈപ്പ് ലൈന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിൻ തിൻ ലൈൻസ് വിത്ത് തിക്ക് എൻഡ്സ്, കട്ടിംഗ് പ്ലെയിൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ലൈന് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിൻ തിക്ക് ലൈൻസ്, സ്പെഷ്യൽ റിക്വയർമെൻറ്റ് ആവശ്യമുള്ള സർഫസുകൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയിൻ തിക്ക് ലൈൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിൻ തിൻ ഡബിൾ ഡാഷ്ഡ് ലൈൻസ്, മൂവ് ചെയ്യുന്ന പാർട്ടിൻ്റെ ആൾട്ടർനേറ്റ് പൊസിഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, സെൻട്രോയിഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാനൊക്കെയാണ് കണ്ടിന്യൂസ് തിൻ ഡബിൾ ഡാഷ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഈസ് പാർട്ട് ഓഫ് എ ഡയമെൻഷൻ? ഓപ്ഷൻ ബ്രേക്ക് ലൈൻസ്, ഫാൻറ്റം ലൈൻസ്, എക്സ്റ്റൻഷൻ ലൈൻസ്, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്. നമുക്കറിയാം ഡയമെൻഷനിങ്ങിൽ ഉപയോഗിക്കുന്ന ലൈൻസ് ആണ് എക്സ്റ്റൻഷൻ ലൈൻ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി, എക്സ്റ്റൻഷൻ ലൈൻ. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഈസ് പെർട്ടിക്കുലർ ടു സെക്ഷൻ ഡ്രോയിങ്? ഓപ്ഷൻ ബ്രേക്ക് ലൈൻ, ഫാൻറ്റം ലൈൻസ്, എക്സ്റ്റൻഷൻ ലൈൻ, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്. നമുക്കറിയാം സെക്ഷൻ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന ലൈനാണ് കട്ടിംഗ് പ്ലെയിൻ ലൈൻ. അതായത് ചെയിൻ തിൻ ലൈൻസ് വിത്ത് തിക്ക് അറ്റ് എൻഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ടൈപ്പ് ഈസ് തിൻ ആൻഡ് ലൈറ്റ്? ഓപ്ഷൻ എ വിസിബിൾ ലൈൻസ്, സെൻട്രൽ ലൈൻസ്, കൺസ്ട്രക്ഷൻ ലൈൻസ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആൻസർ ഓപ്ഷൻ സി, കൺസ്ട്രക്ഷൻ ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ടൈപ്പ് ഈസ് തിക്ക് ആൻഡ് ബ്ലാക്ക്? ഓപ്ഷൻ എ വിസിബിൾ ലൈൻസ്, ഓപ്ഷൻ ബി സെൻട്രൽ ലൈൻസ്, ഓപ്ഷൻ സി കൺസ്ട്രക്ഷൻ ലൈൻസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ എ വിസിബിൾ ലൈൻസ്. വിസിബിൾ ലൈൻസ് ആണ് തിക്ക് ആൻഡ് ബ്ലാക്ക് ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈൻ ഹാസ് പ്രസിഡൻസ് ഓവർ ഓൾ അതർ ടൈപ്പ് ഓഫ് ലൈൻസ്? ഓപ്ഷൻസ് എ ഹിഡൻ ലൈൻ, എ സെൻട്രൽ ലൈൻ, എ വിസിബിൾ ലൈൻ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ ഓപ്ഷൻ എ വിസിബിൾ ലൈൻസ്. വിസിബിൾ ലൈൻസിന് ബാക്കിയുള്ള ലൈൻസിനെക്കാളും പ്രസിഡൻസ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ പ്രസിഡൻസ് ഓഫ് ലൈൻസ്? ഓപ്ഷൻ എ ഹിഡൻ ലൈൻ ഹാസ് പ്രസിഡൻസ് ഓവർ എ സെൻട്രൽ ലൈൻ. ഓപ്ഷൻ ബി എ സെൻട്രൽ ലൈൻ ഹാസ് പ്രസിഡൻസ് ഓവർ എ വിസിബിൾ ലൈൻ. ഓപ്ഷൻ സി എ വിസിബിൾ ലൈൻ ഹാസ് പ്രസിഡൻസ് ഓവർ എ മൈറ്റർ ലൈൻ. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്.
ഇതിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എ ഹിഡൻ ലൈൻ ഹാസ് എ പ്രിസിഡൻസ് ഓവർ എ സെൻട്രൽ ലൈൻ. ഒരു സെൻട്രൽ ലൈനിനേക്കാളും പ്രിഫറൻസ് അല്ലെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ഹിഡൻ ലൈനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റേഴ്സ് ഓൺ ഡ്രോയിങ് ഷുഡ് ബി ഡ്രോൺ ടു ദ ഡാഷ് ലൈൻ വെയ്റ്റ്. ഓപ്ഷൻ എ ബോർഡർ ലൈൻ വെയ്റ്റ്, ഓപ്ഷൻ ബി ഹിഡൻ ലൈൻ വെയ്റ്റ്, ഓപ്ഷൻ സി ഒബ്ജക്റ്റ് ലൈൻ വെയ്റ്റ്, ഓപ്ഷൻ സി സെക്ഷൻ ലൈൻ വെയ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ഒബ്ജക്റ്റ് ലൈൻ വെയ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ഹൈറ്റ് ഫോർ ലെറ്ററിംഗ് ഓൺ എ ഡ്രോയിങ് ഈസ്. ഓപ്ഷൻ 1/16 inch, 1/8 inch, 1/4 inch, 1/2 inch. ഓപ്ഷൻ ബി 1/8 inch ആണ് കോമൺ ഹൈറ്റ് ഫോർ ലെറ്ററിംഗ് ഓൺ എ ഡ്രോയിങ്. നമുക്കറിയാം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ 2 ടൈപ്പ് ലെറ്ററിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് ടൈപ്പ് എ ലെറ്ററിങ്ങും രണ്ടാമത് ടൈപ്പ് ബി ലെറ്ററിങ്ങും. ടൈപ്പ് എ ലെറ്ററിങ്ങിൽ ലൈൻ തിക്നെസ് ഹൈറ്റിൻ്റെ 1/14 ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ D = H/14. നമ്മൾ കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ലൈൻ ഹൈറ്റുകളാണ് 2.5 mm, 3.5 mm, 5 mm, 7 mm, 10 mm, 14 mm, 20 mm. ടൈപ്പ് എ ലെറ്ററിങ്ങിൽ ലോവർ കേസ് ലെറ്റേഴ്സിൻ്റെ ഹൈറ്റ് 10/14 H ആണ്. 2 ക്യാരക്ടർ തമ്മിലുള്ള സ്പേസിങ് 2/14 H ആണ്. 2 ബേസ് ലൈനുകൾ തമ്മിലുള്ള മിനിമം സ്പേസിങ് 20/14 H ആണ്. അതുപോലെ തന്നെ 2 വേർഡുകൾ തമ്മിലുള്ള മിനിമം സ്പേസിങ് 6/14 H ആണ്. തിക്നെസ് 1/14 H ആണ്. ടൈപ്പ് ബി ലെറ്ററിങ്ങിൽ ലൈൻ തിക്നെസ് 1/10 H ആണ്. അതുപോലെ ലോവർ കേസ് ലെറ്ററിൻ്റെ ഹൈറ്റ് 7/10 H ആണ്. 2 ക്യാരക്ടർ തമ്മിലുള്ള സ്പേസിങ് 2/10 H ആണ്. ബേസ് ലൈനുകൾ തമ്മിലുള്ള മിനിമം സ്പേസിങ് 14/10 H ആണ്. 2 വേർഡ്സുകൾ തമ്മിലുള്ള മിനിമം സ്പേസിങ് 6/10 H ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഡ്രോയിങ് ടു റെപ്രസെൻറ്റ് ദ എഡ്ജ് ഓഫ് എ സോളിഡ് ഒബ്ജക്റ്റ്. ഓപ്ഷൻസ് ആംഗിൾ, വെർട്ടെക്സ്, സർഫസ്, ലൈൻ. നമുക്കറിയാം ഒരു സോളിഡ് ഒബ്ജക്റ്റിൻ്റെ എഡ്ജ് ഡ്രോയിങ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈന് വെച്ചിട്ടാണ്. ആൻസർ ഓപ്ഷൻ ഡി ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്സ്റ്റ് യൂസ്ഡ് ഓൺ എ ടിപ്പിക്കൽ ഡീറ്റെയിൽ ഷീറ്റ് ഷുഡ് ബി. ഓപ്ഷൻ എ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി, ഓപ്ഷൻ ബി ഇൻ ബോൾഡ് ടെക്സ്റ്റ്, ഓപ്ഷൻ സി ഇൻ ആർക്കിടെക്ചറൽ ടെക്സ്റ്റ് സ്റ്റൈൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. ആൻസർ ഓപ്ഷൻ എ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി. നെക്സ്റ്റ്, എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് നൈദർ ഹൊറിസോണ്ടൽ നോർ വെർട്ടിക്കൽ ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഇൻക്ലൈൻ ലൈൻ, ഓപ്ഷൻ ബി ഒബ്ലിക് ലൈൻ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ. വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ അല്ലാത്ത ലൈൻസിനെ നമ്മൾ ഇൻക്ലൈൻഡ് ലൈൻസ് എന്നും പറയാറുണ്ട്, ഒബ്ലിക്ക് ലൈൻസ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് എറോ ഇൻ എ ഡയമെൻഷനിങ് ഈസ് അപ്രോക്സിമേറ്റ്ലി. ഓപ്ഷൻ എ 2 mm long and 0.5 mm wide, option B 3 mm long and 1 mm wide, option C 3 mm long and 1.5 mm wide, option D 3 mm long and 2 mm wide. നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എയറോ ഹെഡ് വരയ്ക്കുമ്പോൾ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് റേഷ്യോ അപ്രോക്സിമേറ്റ്ലി 3:1 ആണ്. അതായത് എയറോയുടെ ലെങ്ത് 3 ആണെങ്കിൽ വിഡ്ത്ത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ 3 mm ലോങ് ആൻഡ് 1 mm വൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്ത് ഓഫ് എ ഫീച്ചർ ക്യാൻ ബി ഡയമെൻഷൻഡ് ഇൻ. ഓപ്ഷൻ എ ഫ്രണ്ട് വ്യൂ, ഓപ്ഷൻ ബി ടോപ്പ് വ്യൂ, ഓപ്ഷൻ സി സൈഡ് വ്യൂ, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത് ഏത് വ്യൂവിലാണ് ഡയമെൻഷൻ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡെപ്ത് നമുക്ക് ടോപ്പ് വ്യൂവിലും ഡയമെൻഷൻ ചെയ്യാൻ പറ്റും, സൈഡ് വ്യൂവിലും ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി, അല്ലെങ്കിൽ ബോത്ത് ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് എ ഫീച്ചർ ക്യാൻ ബി ഡയമെൻഷൻഡ് ഇൻ. ഓപ്ഷൻ എ ഫ്രണ്ട് വ്യൂ, ഓപ്ഷൻ ബി ടോപ്പ് വ്യൂ, ഓപ്ഷൻ സി സൈഡ് വ്യൂ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി. ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ഏത് വ്യൂവിലാണ് ഡയമെൻഷൻ ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് തന്നെ കൺസിഡർ ചെയ്യാം. ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് നമുക്ക് ഫ്രണ്ട് വ്യൂവിലും ഡയമെൻഷൻ ചെയ്യാൻ പറ്റും, സൈഡ് വ്യൂവിലും ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് സി, അതായത് ബോത്ത് ഫ്രണ്ട് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എ ഫുൾ സർക്കിൾ ഷുഡ് ബി ഡയമെൻഷൻഡ് ബൈ ഇറ്റ്സ് ഓപ്ഷൻ എ റേഡിയസ്, ഓപ്ഷൻ ബി ഡയമീറ്റർ, ഓപ്ഷൻ സി ഐദർ എ ഓർ ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നമ്മൾ ഒരു ഫുൾ സർക്കിൾ ഡയമെൻഷൻ ചെയ്യുന്നത് അതിൻ്റെ ഡയമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്. ഡയമീറ്റർ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ സർക്കിളിൻ്റെ സൈസ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ഡയമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22.5 പ്ലസ് ഓർ മൈനസ് 0.005 ഈസ് നോൺ ആസ് വാട്ട് ടൈപ്പ് ഓഫ് ടോളറൻസ്? ഓപ്ഷൻ എ സ്റ്റാക്ക്ഡ് ലിമിറ്റ്, ഓപ്ഷൻ ബി യൂണിലാറ്ററൽ, ഓപ്ഷൻ സി ബൈലാറ്ററൽ, ഓപ്ഷൻ ഡി ജനറൽ. ഈ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് ടോളറൻസ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ബൈലാറ്ററൽ. ഇത് ബൈലാറ്ററൽ ടോളറൻസിന് എക്സാമ്പിളാണ്. യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഡയമെൻഷൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം വേരിയേഷൻ അലൗ ചെയ്യുന്ന ടൈപ്പ് ടോളറൻസിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ഡയമെൻഷൻ്റെ രണ്ട് ഡയറക്ഷനിലേക്കും, അതായത് നെഗറ്റീവ് ഡയറക്ഷനിലേക്കും പോസിറ്റീവ് ഡയറക്ഷനിലേക്കും വേരിയേഷൻസ് അലൗ ചെയ്യുന്ന ടൈപ്പ് ടോളറൻസിനെയാണ് നമ്മൾ ബൈലാറ്ററൽ ടോളറൻസ് എന്ന് പറയുന്നത്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ രണ്ട് സൈഡിലേക്കും വേരിയേഷൻ അലൗഡ് ആണ്, പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും വേരിയേഷൻ അലൗഡ് ആണ്. അതുകൊണ്ട് ഇത് ബൈലാറ്ററൽ ടോളറൻസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെവർ ഡയമെൻഷൻ ടു എ ഡാഷ്. ഓപ്ഷൻ എ ഹിഡൻ ലൈൻ, ഓപ്ഷൻ ബി സെൻറ്റർ മാർക്ക്, ഓപ്ഷൻ സി സെൻറ്റർ ലൈൻ, ഓപ്ഷൻ ഡി ഒബ്ജക്റ്റ് ലൈൻ. നമ്മൾ ഹിഡൻ ലൈൻസ് ഒരിക്കലും ഡയമെൻഷന് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ഹിഡൻ ലൈനാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസിക് ഡയമെൻഷൻ ഓൺ എ ഡീറ്റെയിൽ ഡ്രോയിങ് that indicates the distance from front to back is option width, height, depth and length. ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് ടു ബാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബേസിക് ഡയമെൻഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് ടു ബാക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബേസിക് ഡയമെൻഷൻ ഡെപ്ത് ആണ്. ആൻസർ ഓപ്ഷൻ സി ഡെപ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് കോണിക് സെക്ഷൻ കൺസിസ്റ്റ് ഓഫ് പോയിന്റ് ദാറ്റ് ആർ ഓൾ ഇക്വിഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. ഓപ്ഷൻ സർക്കിൾ, ഹൈപ്പർബോള, പരാബോള, എലിപ്സ്. നമുക്കറിയാം ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ഇക്വിഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റിൻ്റെയും ലോക്കസിനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ സർക്കിളാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് കോണിക് സെക്ഷൻ ഹാസ് 2 branches. ഓപ്ഷൻ എ ഹൈപ്പർബോള, ഓപ്ഷൻ ബി സർക്കിൾ, ഓപ്ഷൻ സി പരാബോള, ഓപ്ഷൻ ഡി എലിപ്സ്. നമുക്കറിയാം രണ്ട് ബ്രാഞ്ചുള്ള കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർബോളയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ഹൈപ്പർബോള. നെക്സ്റ്റ്, ദ കോണിക് സെക്ഷൻ ഹാസ് എ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. ഓപ്ഷൻ ഹൈപ്പർബോള, സർക്കിൾ, പരാബോള, എലിപ്സ്. നമുക്കറിയാം ഒരു മേജർ ആക്സിസും ഒരു മൈനർ ആക്സിസും ഉള്ള കോണിക് സെക്ഷനാണ് എലിപ്സ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി എലിപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് കോണിക് സെക്ഷൻ ഹാസ് 1 vertex. ഓപ്ഷൻസ് ഹൈപ്പർബോള, സർക്കിൾ, പരാബോള, എലിപ്സ്. നമുക്കറിയാം പരാബോളയ്ക്ക് ഒരു വെർട്ടെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി പരാബോള. നെക്സ്റ്റ്, ദിസ് കോണിക് സെക്ഷൻ ഹാസ് എ ഡയറക്ട്രിക്സ്. ഓപ്ഷൻ എ ഹൈപ്പർബോള, ഓപ്ഷൻ ബി സർക്കിൾ, ഓപ്ഷൻ സി പരാബോള, ഓപ്ഷൻ ഡി എലിപ്സ്. ഒരു ഡയറക്ട്രിക്സ് മാത്രമുള്ള കോണിക് സെക്ഷൻ. നമുക്കറിയാം പരാബോളക്കാണ് ഒരു ഡയറക്ട്രിക്സ് മാത്രമുള്ളത്. ഹൈപ്പർബോളയ്ക്ക് 2 ഡയറക്ട്രിക്സ് ഉണ്ട്. അതുപോലെ തന്നെ എലിപ്സിനും 2 ഡയറക്ട്രിക്സ് ഉണ്ട്. പരാബോളയ്ക്ക് ഒരു ഡയറക്ട്രിക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ സി പരാബോളയാണ് ആൻസർ. നെക്സ്റ്റ്, ദിസ് കോണിക് സെക്ഷൻ ഹാസ് അസിംപ്റ്റോട്സ്. ഓപ്ഷൻസ് ഹൈപ്പർബോള, സർക്കിൾ, പരാബോള, എലിപ്സ്. നമുക്കറിയാം അസിംപ്റ്റോട്സ് ഉള്ള കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർബോളയാണ്. ഓപ്ഷൻ എ ഹൈപ്പർബോളയാണ് ആൻസർ. ഈ കാണിച്ചിരിക്കുന്ന റെഡ് ലൈനാണ് അസിംപ്റ്റോട്സ്. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതും ഹൈപ്പർബോളയ്ക്ക് ടാൻജൻഷനുമായിട്ടുള്ള ലൈനാണ് അസിംപ്റ്റോട്സ് എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെ കേസിൽ ഈ 2 അസിംപ്റ്റോട്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോണിക് സെക്ഷൻ ഹാസ് എൻ എക്സെൻട്രിസിറ്റി ഓഫ് 1? ഓപ്ഷൻ ഹൈപ്പർബോള, സർക്കിൾ, പരാബോള, എലിപ്സ്. നമുക്കറിയാം എക്സെൻട്രിസിറ്റി ഓഫ് എ കോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ്
ഡിസ്റ്റൻസ് ഓഫ് ദ മൂവിങ് പോയിന്റ് ഫ്രം ദ ഫോക്കസ് ടു ഡിസ്റ്റൻസ് ഓഫ് ദ മൂവിങ് പോയിന്റ് ഫ്രം ദ ഡയറക്ട്രിക്സ്. അതായത് കോണിക്കിലെ ഒരു പോയിന്റിൽ നിന്ന് ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെയും ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ 3 കോണിക്കിൻ്റെ എക്സെൻട്രിസിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. പരാബോളയുടെ കേസിൽ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സെൻട്രിസിറ്റി 1. എലിപ്സിൻ്റെ കേസിൽ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ട് എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എല്ലാ കേസിലും ലെസ് ദാൻ 1 ആയിരിക്കും. ഹൈപ്പർബോളയുടെ കേസിൽ മൂവിങ് പോയിന്റിൻ്റെ ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. പരാബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഈക്വൽ ടു 1, എലിപ്സിൻ്റെ കേസിൽ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1, ഹൈപ്പർബോളയുടെ കേസിൽ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1. ഇനി സർക്കിളിൻ്റെ കേസിലാണെങ്കിൽ എക്സെൻട്രിസിറ്റി 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എക്സെൻട്രിസിറ്റി 1 ആയിട്ടുള്ള കോണിക്ക് ഓപ്ഷൻ സി പരാബോള. പരാബോളയുടെ കേസിൽ ഫോക്കസിൽ നിന്ന് മൂവിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഡയറക്ട്രിക്സിൽ നിന്ന് മൂവിങ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഡു യു കോൾ എ ലൈൻ ദാറ്റ് കണക്ട് 2 പോയിന്റ് ഓൺ ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ദാറ്റ് ഈസ് നോട്ട് എ ഡയമീറ്റർ? ഓപ്ഷൻ ടാൻജൻറ്റ്, കോഡ്, സെക്ടർ, റേഡിയസ്. സർക്കിളിൻ്റെ സർക്കംഫറൻസിൽ 2 പോയിന്റിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡയമീറ്റർ അല്ലാത്ത ലൈനാണ് കോഡ്. ഡയമീറ്റർ അല്ലാത്ത 2 പോയിന്റിനെ കണക്ട് ചെയ്യുന്ന ലൈനാണ് കോഡ്. ഇനി സർക്കിളിൻ്റെ സർക്കംഫറൻസിലുള്ള 2 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന സർക്കിളിൻ്റെ പാർട്ടാണ് ആർക്ക്. സർക്കിളിൻ്റെ ഒരു ആർക്കും അതിൻ്റെ എൻ പോയിന്റുകൾ കണക്ട് ചെയ്യുന്ന കോഡും ബൗണ്ട് ചെയ്യുന്ന ഏരിയനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ ഒരു ആർക്കിനും അതിൻ്റെ എൻ പോയിന്റുകളിൽ നിന്ന് സെൻറ്ററിലേക്ക് വരക്കുന്ന 2 റേഡിയസിനും ഇടയിൽ ബൗണ്ടഡ് ആയിട്ടുള്ള ഏരിയനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോണിക് സെക്ഷൻ ഹാസ് എൻ എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1? ഓപ്ഷൻ സർക്കിൾ, എലിപ്സ്, ഹൈപ്പർബോള, പരാബോള. നമ്മൾ പറഞ്ഞു ഹൈപ്പർബോളയുടെ എക്സെൻട്രിസിറ്റി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ആൻസർ ഓപ്ഷൻ സി ഹൈപ്പർബോള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോണിക് സെക്ഷൻ ഹാസ് എൻ എക്സെൻട്രിസിറ്റി ലെസ് ദാൻ 1 ബട്ട് നോട്ട് ഈക്വൽ ടു 0? ഓപ്ഷൻ സർക്കിൾ, എലിപ്സ്, ഹൈപ്പർബോള, പരാബോള. ആൻസർ ഓപ്ഷൻ ബി എലിപ്സ്. എലിപ്സിൻ്റെ എക്സെൻട്രിസിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും, പക്ഷേ 0നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കോണിക് സെക്ഷൻ ഹാസ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 0? ഓപ്ഷൻ സർക്കിൾ, എലിപ്സ്, ഹൈപ്പർബോള, പരാബോള. നമ്മൾ പറഞ്ഞു സർക്കിളിൻ്റെ എക്സെൻട്രിസിറ്റിയാണ് 0. ആൻസർ ഓപ്ഷൻ എ സർക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സർക്കിൾ വിൽ അപ്പിയർ ഓൺ എൻ ഐസോമെട്രിക് ഡ്രോയിങ് ആസ് എ? ഓപ്ഷൻ എലിപ്സ്, സൈക്ലോയിഡ്, സർക്കിൾ, പരാബോള. നമുക്കറിയാം ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ സർക്കിള് എലിപ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ എലിപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡ്രോ എ പെൻറ്റഗൺ ഇൻറ്റേർണൽ ആംഗിൾ ഈസ്? ഓപ്ഷൻ 120 ഡിഗ്രി, 108 ഡിഗ്രി, 180 ഡിഗ്രി, 90 ഡിഗ്രി. ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ 108 ഡിഗ്രിയാണ്. ആൻസർ ഓപ്ഷൻ ബി 108 ഡിഗ്രി. നമുക്കറിയാം ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിളിൻ്റെ സം ഈസ് ഈക്വൽ ടു 2n-4 ഇൻറ്റു 90. ഈ n എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണ്, പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ പെൻറ്റഗണിൻ്റെ കേസിൽ n-ന് 5 കൊടുത്തു കഴിഞ്ഞാൽ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾ ഈസ് ഈക്വൽ ടു 540 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു 540/5, ദാറ്റ് ഈസ് 108 ഡിഗ്രി. ഇനി ഒരു റെഗുലർ പോളിഗണിൻ്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. ഇനി ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇൻറ്റേർണൽ ആംഗിളിൻ്റെയും കറസ്പോണ്ടിങ് എക്സ്റ്റേണൽ ആംഗിളിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ 108 ഡിഗ്രിയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ആംഗിൾ, അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്റ്റേണൽ ആംഗിളാണ് ഈ 72 ഡിഗ്രി. രണ്ടിൻ്റെയും സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ടൈപ്പ് ഓഫ് സോളിഡ് ഹാസ് 2 bases that are parallel equal polygons. Options pyramid, prism, cone, torus. പാരലൽ ഈക്വൽ പോളിഗൺസ് ബേസ് ആയിട്ടുള്ള സോളിഡ്സിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്.
പ്രിസമാണ് ആൻസർ. പ്രിസത്തിൻ്റെ 2 ബേസസുകളും പാരലൽ ഈക്വൽ പോളിഗൺസ് ആയിരിക്കും. സൈഡ് ഫേസ് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇനി പോളിഗണൽ ബേസും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ട്രയാങ്കുലർ ഫേസസ് ഉള്ള സോളിഡ്സിനെയാണ് നമ്മൾ പിരമിഡ്സ് എന്ന് പറയുന്നത്. ഈ കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് ഓഫ് ദ പിരമിഡ് എന്ന് പറയുന്നത്. ഇനി കോണിനെയോ പിരമിഡിനെയോ ബേസിന് പാരലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന സോളിഡ്സ് ആണ് ഫ്രസ്റ്റം ഓഫ് കോൺ അല്ലെങ്കിൽ ഫ്രസ്റ്റം ഓഫ് പിരമിഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ഫോംഡ് വേർ 3 or more സർഫസ് ഇൻ്റർസെക്റ്റ്. ഓപ്ഷൻസ് ഒബ്ലീക്ക്, എഡ്ജ്, ലൈൻ, വെർട്ടെക്സ്. നമ്മൾ പറഞ്ഞു 3 അതിലധികമോ സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ പിരമിഡ്സിൻ്റെ ഒക്കെ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടെക്സ് ഓഫ് ദ പിരമിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ടൈപ്പ് ഓഫ് സോളിഡ്സ് ഹാസ് എ പോളിഗൺസ് ഫോർ എ ബേസ് ആൻഡ് ട്രയാങ്കുലർ ലാറ്ററൽ ഫേസസ് ദാറ്റ് ഇൻ്റർസെക്റ്റ് അറ്റ് എ വെർട്ടെക്സ്. ഓപ്ഷൻസ് പിരമിഡ്, പ്രിസം, കോൺ, ടോറസ്. അതായത് പോളിഗൺ ബേസും ഒരു വെർട്ടെക്സിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ട്രയാങ്കുലർ ലാറ്ററൽ ഫേസസ് ഉള്ള സോളിഡ്സിനെ പറയുന്ന പേരാണ് പിരമിഡ്സ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ, പിരമിഡ്. നെക്സ്റ്റ്, ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു. ഓപ്ഷൻ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. നമ്മൾ പറഞ്ഞു ഒരു റെഗുലർ പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി, 360 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ആൻഡ് ദ കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് ഈക്വൽ ടു. ഓപ്ഷൻസ് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി. നമ്മൾ പറഞ്ഞു ഒരു ഇൻറ്റീരിയർ ആംഗിളിൻ്റെയും കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെയും സമ്മ് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, 180 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ, ദ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു. ഓപ്ഷൻ എ n-4 × 90, ഓപ്ഷൻ ബി 2n-4 × 90, ഓപ്ഷൻ സി 3n-4 × 90, ഓപ്ഷൻ ഡി 4n-4 × 90. ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n-4 × 90. ഓപ്ഷൻ ബി 2n-4 × 90. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഒബ്ലീക്ക് പ്രൊജക്ഷൻസ്, ഓപ്ഷൻസ് എ ദ ഫ്രണ്ട് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫ്ലാറ്റ് ടു ദ വ്യൂയിങ് പ്ലെയിൻ. ഓപ്ഷൻ ബി all the projection lines are drawn perpendicular to the viewing plane. Option C, the axes are 120 degree angle to one another. Option D, the depth of projected drawing is not drawn to the scale. നമുക്കറിയാം ഒബ്ലീക്ക് പ്രൊജക്ഷൻസ് ഒരു പാരലൽ പ്രൊജക്ഷൻ മെത്തേഡാണ്. ഇവിടെ ലൈൻ ഓഫ് പ്രൊജക്ഷൻസ് പാരലൽ ടു വൺ അനദർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രൊജക്ഷൻ പ്ലെയിനിന് ഒബ്ലീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊജക്ഷൻ പ്ലെയിനിന് എന്തായിരിക്കില്ല, പെർപെൻഡിക്കുലർ ആയിരിക്കില്ല ലൈൻ ഓഫ് പ്രൊജക്ഷൻസ്. ഈ ഒബ്ലീക്ക് പ്രൊജക്ഷൻസിൽ ഒബ്ജക്റ്റിൻ്റെ ഒരു വ്യൂ പിക്ചർ പ്ലെയിനിന് അല്ലെങ്കിൽ പ്രൊജക്ഷൻ പ്ലെയിനിന് പാരലായിട്ടാണ് നമ്മൾ വരക്കുന്നത്. ആ പാരലായിട്ട് വരക്കുന്ന സൈഡിൻ്റെ 2 ആക്സിസ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. മൂന്നാമത്തെ ആക്സിസ് നമ്മളൊരു കൺവീനിയൻറ്റ് ഡിഗ്രി ആംഗിളിലാണ് വരക്കുക. ഈ ആക്സിസിനെയാണ് നമ്മൾ റെസീഡിങ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ഓപ്ഷൻ എ, ദ ഫ്രണ്ട് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫ്ലാറ്റ് ടു ദ വ്യൂയിങ് പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ കൺവെൻഷൻ ദ റെസീഡിങ് ആക്സിസ് ഇൻ ആൻ ഒബ്ലീക്ക് ഡ്രോയിങ് ഈസ് യൂഷ്വലി ഡ്രോൺ അറ്റ്. ഓപ്ഷൻ 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. റെസീഡിങ് ആക്സിസ് കൺവെൻഷനായിട്ട് നമ്മൾ വരക്കുന്നത് 45 ഡിഗ്രിയിലാണ്. ഓപ്ഷൻ എ, 45 ഡിഗ്രി. നെക്സ്റ്റ്, ഇൻ കാവലിയർ ഒബ്ലീക്ക് പ്രൊജക്ഷൻ ലൈൻസ് പാരലൽ ടു. ഓപ്ഷൻ ദ എക്സ് ആക്സിസ് ആർ ഡ്രോൺ അറ്റ് ഹാഫ് സ്കെയിൽ. ഓപ്ഷൻ ബി ദ സെഡ് ആക്സിസ് ആർ ഡ്രോൺ അറ്റ് ഹാഫ് സ്കെയിൽ. ഓപ്ഷൻ സി ദ വൈ ആൻഡ് സെഡ് ആക്സിസ് ആർ ഡ്രോൺ അറ്റ് ഹാഫ് സ്കെയിൽ. ഓപ്ഷൻ ഡി ഓൾ 3 ആക്സിസ് ആർ ഡ്രോൺ അറ്റ് ഫുൾ സ്കെയിൽ. നമുക്കറിയാം
ടൈപ്പ് ഓഫ് പ്രൊജക്ഷനെ നമുക്ക് പാരലൽ പ്രൊജക്ഷൻ എന്നും പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പാരലൽ പ്രൊജക്ഷൻസിൽ പ്രൊജക്ഷൻ ലൈൻസ് പാരലായിരിക്കും. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ പ്രൊജക്ഷൻ ലൈൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. നെക്സ്റ്റ് പാരലൽ പ്രൊജക്ഷൻസിനെ നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എന്നും ഒബ്ലിക് പ്രൊജക്ഷൻസ് എന്നും രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ തന്നെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിനെ നമുക്ക് മൾട്ടിവ്യൂ പ്രൊജക്ഷൻസ് എന്നും ആക്സോണോമെട്രിക് പ്രൊജക്ഷൻസ് എന്നും വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ ആക്സോണോമെട്രിക് പ്രൊജക്ഷൻസിൽ വരുന്നതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡയമെട്രിക് പ്രൊജക്ഷൻ, ട്രൈമെട്രിക് പ്രൊജക്ഷൻ. അതുപോലെ തന്നെ ഒബ്ലിക് പ്രൊജക്ഷനിൽ വരുന്നതാണ് കാവലിയർ പ്രൊജക്ഷൻ, ക്യാബിനറ്റ് പ്രൊജക്ഷൻ. നെക്സ്റ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. 1 പോയിന്റ് പെർസ്പെക്റ്റീവ്, 2 പോയിന്റ് പെർസ്പെക്റ്റീവ്, 3 പോയിന്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം ഒബ്ലിക് പ്രൊജക്ഷനെ കാവലിയർ പ്രൊജക്ഷൻ എന്നും ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഈ കാവലിയർ പ്രൊജക്ഷൻസിന് റിസീഡിങ് ലൈൻസ് നമ്മൾ വരക്കുന്നത് ഫുൾ സ്കെയിലായിരിക്കും. അതേസമയം ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷൻസിൽ നമ്മൾ റിസീഡിങ് ലൈൻസ് വരക്കുന്നത് ഹാഫ് സൈസ് സ്കെയിലായിരിക്കും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻസിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ 3 ആക്സിസ് ആർ ഡ്രോൺ അറ്റ് ഫുൾ സ്കെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ക്യാബിനറ്റ് ഒബ്ലിക് പ്രൊജക്ഷൻ ലൈൻസ് പാരലൽ ടു ഓപ്ഷൻ the x-axis are drawn at half scale, option B the z-axis are drawn at half scale, the y and z-axis are drawn at half scale, option D all the 3 axes are drawn at full scale. നമ്മൾ പറഞ്ഞു ക്യാബിനറ്റ് പ്രൊജക്ഷനിൽ റിസീഡിങ് ആക്സിസ് നമ്മൾ ഹാഫ് സൈസ് സ്കെയിലാണ് വരക്കുക. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ദ z ആക്സിസ് ആർ ഡ്രോൺ അറ്റ് ഹാഫ് സ്കെയിൽ. നെക്സ്റ്റ്, ഇൻ എ കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ lines along the z-axis option can be measured using an angled rule or scale, option B cannot be measured, option C can be measured if z-axis is drawn at 45 degree, option D can be measured and multiplied by 3 to find the true length. നമുക്കറിയാം കാവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻസിൽ ഫുൾ സ്കെയിൽ ലെങ്ത്തിലാണ് നമ്മൾ റിസീഡിങ് ആക്സിസ് വരക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ can be measured using a angled rule or scale. Next question, in oblique projection important shape should be in the position relative to the viewing plane dash, option parallel, perpendicular, adjacent, rotated. Oblique projections ഇമ്പോർട്ടൻ്റ് പൊസിഷൻസ് വ്യൂയിങ് പ്ലെയിനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പൊസിഷനിലാണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ പാരലൽ. ഇമ്പോർട്ടൻ്റ് ഷേപ്പുകൾ വ്യൂയിങ് പ്ലെയിനിന് പാരലായിട്ടാണ് നമ്മൾ ഒബ്ലിക്ക് പ്രൊജക്ഷൻസിൽ വരക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ റിസീഡിങ് ലൈൻസ് ആർ ട്രൂ ലെങ്ത് ആൻഡ് ദ പ്രൊജക്ടേഴ്സ് ആർ അറ്റ് 45 degree to the plane of projection, the oblique drawing is called option cabinet projection, cavalier projection, axonometric projection, isometric projection. നമുക്കറിയാം റിസീഡിങ് ലൈൻസ് ട്രൂ ലെങ്ത്തിൽ വരക്കുകയാണെങ്കിൽ ആ പ്രൊജക്ഷൻസ് കാവലിയർ പ്രൊജക്ഷനാണ്. ആൻസർ ഓപ്ഷൻ ബി കാവലിയർ പ്രൊജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്ലീക്ക് സെക്ഷൻസ് ആർ യൂസ്ഫുൾ ടു ഷോ ഓപ്ഷൻ ഫോർഷോർട്ടൻഡ് ഫീച്ചേഴ്സ്, ഓപ്ഷൻ ബി ഒബ്ലീക്ക് ലൈൻസ്, ഓപ്ഷൻ സി ഇൻറ്റീരിയർ ഷേപ്സ്, ഓപ്ഷൻ ഡി പ്രൊജക്റ്റഡ് ഫീച്ചേഴ്സ്. നമുക്കറിയാം സെക്ഷൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇൻറ്റീരിയർ ഷേപ്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ഇൻറ്റീരിയർ ഷേപ്സ്. നെക്സ്റ്റ്, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദ ടോപ്പ്, ഫ്രണ്ട് ആൻഡ് ബോട്ടം വ്യൂസ് അലൈൻസ് ഇൻ ദിസ് മാനർ, ഓപ്ഷൻ ഹൊറിസോണ്ടലി, വെർട്ടിക്കലി, അക്കോർഡിംഗ് ടു പ്ലാനാർ വ്യൂസ്, ഓപ്ഷൻ ഡി പാരലൽ ടു ദ ഫ്രണ്ടൽ പ്ലെയിൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസിൽ എല്ലാ പ്രിൻസിപ്പൽ പ്ലെയിനിലെയും വ്യൂസ് നമ്മൾ ഫൈനലി റൊട്ടേറ്റ് ചെയ്തിട്ട് വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി വെർട്ടിക്കലി. നെക്സ്റ്റ്, നമുക്കറിയാം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്രൊജക്ഷൻ ലൈൻസ് പാരലായിരിക്കും. അറ്റ് ദ സെയിം ടൈം പ്രൊജക്ഷൻ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ ലൈൻസ് പാരലായിരിക്കുകയും ചെയ്യും, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും ചെയ്യും. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് 6 പ്രിൻസിപ്പൽ വ്യൂസ്: ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റെയർ വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ആൻഡ് ബോട്ടം വ്യൂ. ഇതാണ് 6 പ്രിൻസിപ്പൽ വ്യൂസ്. നെക്സ്റ്റ്,
In orthographic projection, if a plane is parallel to the plane of projection, it appears option true size, as a line or edge, foreshortened, as an oblique surface. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ പാരലൽ ആയിട്ടുള്ള പ്ലെയിന് എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ അപ്പിയർ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഈ ABCD എന്നുള്ള പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പാരലാണ്. അതിൻ്റെ ട്രൂ സൈസാണ് നമുക്ക് പ്രൊജക്ഷൻ പ്ലെയിനിൽ കിട്ടുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ട്രൂ സൈസ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷന് പാരലായിട്ടുള്ള പ്ലെയിനിൻ്റെ ട്രൂ സൈസാണ് നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ കിട്ടുക. നെക്സ്റ്റ്, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ദിസ് ഈസ് ദ പ്ലെയിൻ അപ്പോൺ വിച്ച് ടോപ്പ് വ്യൂ ഈസ് പ്രൊജക്റ്റഡ്. ഓപ്ഷൻസ് ഹൊറിസോണ്ടൽ, ഫ്രണ്ടൽ, പ്രൊഫൈൽ ആൻഡ് ബേസ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ കിട്ടുന്ന പ്ലെയിൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ കിട്ടുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an advantage of this type of view is that each view shows the object all the way through as if it were transparent. Option planar, horizontal, auxiliary, orthographic. ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള പ്രൊജക്ഷൻസ് ഓപ്ഷൻ ഡി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എൻ ഐസോമെട്രിക് സ്കെച്ച് ഓഫ് എ ക്യൂബ്, ഓപ്ഷൻ the frontal face appears in its true shape. Option B, the receding axes are at 40 degree to the horizontal. Option C, all faces are equally distorted. Option D, only the depth distance must be reduced. നമുക്കറിയാം ആക്സോണോമെട്രിക് പ്രൊജക്ഷനെ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഡയമെട്രിക് പ്രൊജക്ഷൻ, ട്രൈമെട്രിക് പ്രൊജക്ഷൻ എന്ന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഐസോമെട്രിക് പ്രൊജക്ഷനിൽ 3 പ്രിൻസിപ്പൽ ആക്സിസും ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ 120 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു ഈച്ച് അതർ ആയിരിക്കും. അതേസമയം ഡയമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ 2 പ്രിൻസിപ്പൽ ആംഗിൾസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും, ഒരു ആംഗിൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ട്രൈമെട്രിക് പ്രൊജക്ഷനിലാണെങ്കിൽ 3 പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ ഇടയിലുള്ള ആംഗിളും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കറിയാം ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസ് ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രി ആംഗിളാണ് മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഫേസുകളും ഈക്വലി ഡിസ്റ്റോർട്ടഡും ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇൻ എൻ ഐസോമെട്രിക് സ്കെച്ച് ഓഫ് എ ക്യൂബ് ഓൾ ഫേസസ് ആർ ഈക്വലി ഡിസ്റ്റോർട്ടഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the selection of the front view in executing multi-view drawing of an object is depends upon the following factors. Option A, size and shape of the object and their relationship to all views. Option B, the number of principal views required and the related auxiliary views needed to describe the object. Option C, the greatest contour shape, the related dashed lines, the position of views. Option D, the size of object, size of the paper, position of views, the least number of hidden lines. ഒരു മൾട്ടിവ്യൂ ഡ്രോയിങ്ങിൽ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ്, സൈസ് ഓഫ് ദ പേപ്പർ, പൊസിഷൻ ഓഫ് വ്യൂസ്, ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഹിഡൻ ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഡസ് നോട്ട് ഹാവ് ദ പ്രൊജക്ഷൻ റേസ് പാരലൽ ടു ഈച്ച് അതർ? ഓപ്ഷൻ ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലീക്ക് പ്രൊജക്ഷൻ, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. നമുക്കറിയാം ആക്സോണോമെട്രിക് പ്രൊജക്ഷനും ഒബ്ലീക്ക് പ്രൊജക്ഷനും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും പാരലൽ പ്രൊജക്ഷന് എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ പ്രൊജക്ഷൻ ലൈൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിലെ ആക്ച്വൽ പാരലൽ ലൈൻസ് ഹൊറൈസണിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒറ്റ പോയിന്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ 1 പോയിന്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ പാരലൽ പെർസ്പെക്റ്റീവ് എന്ന് പറയും. 2 പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ആംഗുലാർ പെർസ്പെക്റ്റീവ് എന്ന് പറയും. 3 പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ 3 പോയിന്റ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ലീക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is not a principal views? Option A, bottom view,
ഓപ്ഷൻ ബി ലെഫ്റ്റ് സൈഡ് വ്യൂ, ഓപ്ഷൻ സി ഓക്സിലറി വ്യൂ, ഓപ്ഷൻ ഡി ഫ്രണ്ട് വ്യൂ. നമുക്കറിയാം 6 പ്രിൻസിപ്പൽ വ്യൂ ആണ് ഉള്ളത്. ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, റെയർ വ്യൂ, ടോപ്പ് വ്യൂ, ബോട്ടം വ്യൂ. ഇവിടെ ഓക്സിലറി വ്യൂ ആണ് പ്രിൻസിപ്പൽ വ്യൂ അല്ലാത്തത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ഓക്സിലറി വ്യൂ. ഓക്സിലറി വ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻക്ലൈൻഡ് സർഫേസിൻ്റെ ട്രൂ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓക്സിലറി വ്യൂ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വിഷ്വൽ റേസ് ഓർ ലൈൻ ഓഫ് സൈറ്റ് ഫോർ എ ഗിവൺ വ്യൂ ആർ ഡാഷ് ടു ഈച്ച് അതർ. ഓപ്ഷൻ പെർപെൻഡിക്കുലർ, ഒബ്ലീക്ക്, നോർമൽ, പാരലൽ. നമുക്കറിയാം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലെ വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ ആണ്, അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ഒരു പാരലൽ പ്രൊജക്ഷൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വ്യൂയിങ് ഡയറക്ഷൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഇൻ ക്വസ്റ്റ്യൻ ഗിവ്സ് ഡാഷ് വ്യൂ. ഓപ്ഷൻ ഇൻക്ലൈൻഡ്, നോർമൽ, ഒബ്ലീക്ക്, പെർസ്പെക്റ്റീവ്. ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വ്യൂയിങ് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ നോർമൽ വ്യൂ ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി നോർമൽ വ്യൂ. നെക്സ്റ്റ്, എ വ്യൂയിങ് ഡയറക്ഷൻ വിച്ച് ഈസ് പാരലൽ ടു ദ സർഫസ് ഇൻ ക്വസ്റ്റ്യൻ ഗിവ്സ് ഡാഷ് വ്യൂ. ഓപ്ഷൻ ഇൻക്ലൈൻഡ്, നോർമൽ, എഡ്ജ്, പെർസ്പെക്റ്റീവ്. ഒരു സർഫസിന് പാരലായിട്ടുള്ള ഒരു വ്യൂ ഡയറക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എഡ്ജ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി എഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ? ഓപ്ഷൻ എ ഫ്രണ്ട്, ടോപ്പ്, പ്രൊഫൈൽ. ഓപ്ഷൻ ബി ബാക്ക്, ടോപ്പ്, പ്രൊഫൈൽ. ഓപ്ഷൻ സി ടോപ്പ്, ഫ്രണ്ട്, റൈറ്റ് സൈഡ്. ഓപ്ഷൻ ഡി ഫ്രണ്ടൽ, ഹൊറിസോണ്ടൽ, പ്രൊഫൈൽ. ആൻസർ ഓപ്ഷൻ ഡി ഫ്രണ്ടൽ, ഹൊറിസോണ്ടൽ, പ്രൊഫൈൽ. അതായത് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനുമാണ് 3 പ്രിൻസിപ്പൽ പ്ലെയിൻസ്. നെക്സ്റ്റ്, വിച്ച് വ്യൂ ഈസ് യൂഷ്വലി ഡെവലപ്ഡ് ഫസ്റ്റ്, കണ്ടെയ്ൻസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഹിഡൻ ലൈൻസ് ആൻഡ് ഷോസ് മോസ്റ്റ് കോണ്ടൂർസ് ഇൻ മൾട്ടി വ്യൂ ഡ്രോയിങ്? ഓപ്ഷൻ റൈറ്റ് സൈഡ്, ടോപ്പ്, ബാക്ക്, ഫ്രണ്ട്. മൾട്ടി വ്യൂ പ്രൊജക്ഷനിൽ ഫസ്റ്റ് വരക്കുന്നതും അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് ഹിഡൻ ലൈൻസും ഉള്ള വ്യൂ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ ആണ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നത് മിനിമം നമ്പർ ഓഫ് ഹിഡൻ ലൈൻസ് കൺസിഡർ ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, എ സ്പിയർ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ഹൗ മെനി വ്യൂസ്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. നമുക്കറിയാം സ്പിയർ നമുക്ക് ഒരൊറ്റ വ്യൂവിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ആക്സിയലി സിമെട്രിക് ഒബ്ജക്റ്റ് സച്ച് ആസ് one turned on a lathe normally can be shown in dash views? Option 1 view, 2 view, 3 view, 4 view. Option B 2 view. Next question, in orthographic projection visual rays are dash to the projection plane? Options parallel, adjacent, perpendicular, tangent. നമുക്കറിയാം ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് പ്രൊജക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, പാരലൽ ടു ഈച്ച് അതറും ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി പെർപെൻഡിക്കുലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് റിലേഷൻ ടു ദ പ്രൊജക്ഷൻ പ്ലെയിൻ ഓൺ വിച്ച് ദ വ്യൂ ഈസ് പ്രൊജക്റ്റഡ് എ ലൈൻ മേ പ്രൊജക്റ്റ്? ഓപ്ഷൻ ട്രൂ ലെങ്ത്, ഫോർ ഷോർട്ടൻഡ് ലെങ്ത്, ആസ് എ പോയിന്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം ലൈന് പ്രൊജക്ഷൻ പ്ലെയിനിന് പാരലാണെങ്കിൽ പ്രൊജക്റ്റഡ് വ്യൂ ട്രൂ ലെങ്ത് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ലൈന് പ്രൊജക്ഷൻ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണെങ്കിൽ പ്രൊജക്റ്റഡ് വ്യൂ ഫോർ ഷോർട്ടൻഡ് ലെങ്ത് ആണ് കിട്ടുക. ഇനി ലൈന് പ്രൊജക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ഒരു പോയിന്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an asymmetric object is usually described by how many views? Option 6, 4, 3, 2. നമുക്കറിയാം ഒരു അസിമെട്രിക് ഒബ്ജക്റ്റ് സാധാരണയായിട്ട് 3 വ്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ സി 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് എൻ ഒബ്ജക്റ്റ് ക്യാൻ ബി ഷോൺ വിത്ത് എ മിനിമം ഓഫ് ഹൗ മെനി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വ്യൂസ്? ഓപ്ഷൻ 6,
3, 2, 4. ഒരു ഒബ്ജക്റ്റിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ അതിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, ഡെപ്ത്ത് മിനിമം എത്ര വ്യൂവിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി 2. ഒരു ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് ഇൻഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 2 ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് പാരലൽ ലൈൻസ് അപ്പിയേഴ്സ് ടു കം ടുഗദർ. ഓപ്ഷൻ എ വാനിഷിംഗ് പോയിന്റ്, ഓപ്ഷൻ ബി ഐ ലെവൽ, ഓപ്ഷൻ സി സ്റ്റേഷൻ പോയിന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നമ്മൾ പറഞ്ഞു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ പാരലൽ ലൈൻസ് ഹൊറൈസണിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൺവേർജ് ചെയ്യും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് വാനിഷിംഗ് പോയിന്റ്. ആൻസർ ഓപ്ഷൻ എ വാനിഷിംഗ് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഫ്രം വിച്ച് ദ വ്യൂവർ സീസ് ദ സീൻ ഈസ് ഹിസ്. ഓപ്ഷൻ വാനിഷിംഗ് പോയിന്റ്, ഐ ലെവൽ, സ്റ്റേഷൻ പോയിന്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ആൻസർ ഓപ്ഷൻ ബി ഐ ലെവൽ. വ്യൂവർ കാണുന്ന ഹൈറ്റിനെയാണ് നമ്മൾ ഐ ലെവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ടൂൾ ദാറ്റ് അലൗസ് ആർട്ടിസ്റ്റ് ടു ക്രിയേറ്റ് ആൻ ഇല്യൂഷൻ ഓഫ് ഡെപ്ത് ഓഫ് ദർ പേജ്. ഇറ്റ് ഇമിറ്റേറ്റ്സ് ഹ്യൂമൻ വിഷൻ വിച്ച് സീസ് പാരലൽ ലൈൻസ് ലീഡിംഗ് അവേ ആസ് eventually coming together. Options: linear perspective, vanishing point, station point, none of the above. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പേപ്പർ പ്ലെയിനിന് ഒരു ഇല്യൂഷൻ ഓഫ് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ്. നമുക്കറിയാം പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ടോറിയൽ പ്രൊജക്ഷനാണ്. ആർട്ടിസ്റ്റുകൾ ഒരു ഇല്യൂഷൻ ഓഫ് ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലീനിയർ പെർസ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ 1 പോയിൻ്റ് പെർസ്പെക്റ്റീവാണ്. ആൻസർ ഓപ്ഷൻ എ ലീനിയർ പെർസ്പെക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഡ്രോയിങ് എ 2-point perspective box below the horizon line, you experience the illusion of looking dash at the box. Option A up, option B down, option C sideways, option D none of the above. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2-point പെർസ്പെക്റ്റീവാണ്, അല്ലെങ്കിൽ 2 വാനിഷിംഗ് പോയിൻ്റുള്ള പ്രോബ്ലമാണ്. ഇതിൽ ഹൊറൈസൺ ലൈനിൻ്റെ താഴെയായിട്ടാണ് ബോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇല്യൂഷൻ ലുക്കിംഗ് ഡൗൺ അറ്റ് ദ ബോക്സ് ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ഡൗൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് സ്കെച്ച് ഈസ് നോട്ട് എ പിക്ടോറിയൽ സ്കെച്ച്? ഓപ്ഷൻസ്: ഐസോമെട്രിക്, ഒബ്ലിക്, മൾട്ടിവ്യൂ, പെർസ്പെക്റ്റീവ്. നമുക്കറിയാം തിയറി ഓഫ് പ്രൊജക്ഷൻസിൽ മൾട്ടിവ്യൂ പ്രൊജക്ഷൻസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പ്രൊജക്ഷൻസും പിക്ടോറിയൽ പ്രൊജക്ഷൻസ് ആണ്. പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻസ് ആണെങ്കിലും ഒബ്ലീക്ക് പ്രൊജക്ഷൻ ആണെങ്കിലും ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിലും എല്ലാം പിക്ടോറിയൽ പ്രൊജക്ഷനാണ്. മൾട്ടിവ്യൂ പ്രൊജക്ഷൻസ് മാത്രമാണ് പിക്ടോറിയൽ പ്രൊജക്ഷൻ അല്ലാത്തത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി മൾട്ടിവ്യൂ പ്രൊജക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ ദ ഗോൾ ഓഫ് ടെക്നിക്കൽ സ്കെച്ചിങ് ഈസ്. ഓപ്ഷൻ സിംപ്ലിഫിക്കേഷൻ, ആക്യുറസി, മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ്, എഫക്റ്റീവ് ഷെയ്ഡിംഗ്. ആൻസർ ഓപ്ഷൻ എ simplification. Next question, when creating a freehand technical sketch, the paper should be option fixed to the drawing surface with tape, option B square or isometric grid paper, option C blank white drawing paper, option D free to rotate for orienting the best position for sketching. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ചെയ്യുമ്പോൾ paper should be free to rotate for orienting in the best position for sketching. Next question, the first step in sketching objects with irregular rounded shapes and complex features is. Options: layout, key center lines and angles, sketch hidden outlines, sketch interior details, start with dimensions and text. Irregular rounded shapesum അല്ലെങ്കിൽ കോംപ്ലക്സ് ഫീച്ചേഴ്സും ഉള്ള ഡ്രോയിങ്സ് വരക്കുമ്പോഴുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ലേഔട്ട്, കീ സെൻട്രൽ ലൈൻസ് ആൻഡ് ആംഗിൾസ്. സെൻട്രൽ ലൈൻസും ആംഗിൾസും ആണ് ഫസ്റ്റ് വരക്കുന്നത്. നെക്സ്റ്റ്, ദിസ് ടൈപ്പ് ഓഫ് സോളിഡ് ഈസ് എഗ് ഷേപ്ഡ് ആൻഡ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ റിവോൾവിംഗ് എൻ എലിപ്സ് അറൗണ്ട് വൺ ഓഫ് ഇറ്റ്സ് ആക്സിസ്. ഓപ്ഷൻസ്: എലിപ്സോയിഡ്, ടോറസ്,
കോൺ, സിലിണ്ടർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് ഷേപ്പുള്ള സോളിഡ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എലിപ്സ് അതിൻ്റെ ഒരു ആക്സിസിന് അറൗണ്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്. അങ്ങനെയുള്ള സോളിഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് എലിപ്സോയിഡ്. ആൻസർ ഓപ്ഷൻ എ, എലിപ്സോയിഡ്. ഈ കാണിച്ചിരിക്കുന്നതാണ് എലിപ്സോയിഡിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു എലിപ്സ് ഒരു ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് എലിപ്സോയിഡ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ ഒബ്ലീക്ക് സ്കെച്ചിങ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആംഗിൾ ഫോർ റെസീഡിങ് ലൈൻസ് ആർ ഓപ്ഷൻസ് 15 or 30 degree, 25 or 30 degree, 30 or 45 degree, 45 or 60 degree. നമുക്കറിയാം ഒബ്ലീക്ക് പ്രൊജക്ഷൻസിൽ 2 ആക്സിസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. മൂന്നാമത്തെ ആക്സിസ് ഒരു സ്യൂട്ടബിൾ ആംഗിളിലാണ് നമ്മൾ വരക്കുന്നത്. കോമൺലി റെസീഡിങ് ആക്സിസ് വരക്കുന്നത് 30 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി, 30 or 45 degree. Next question, a drafter who develops technical drawing of a highway overpass would most likely be a dash drafter. Option, architectural drafter, civil drafter, mechanical drafter, process piping drafter. അതായത് ഹൈവേ ഓവർപാസ്, ബ്രിഡ്ജസ്, കൺസ്ട്രക്ഷൻ വർക്ക്സുകൾ അതുപോലെയുള്ള ടെക്നിക്കൽ ഡ്രോയിങ്സ് ഡെവലപ്പ് ചെയ്യുന്നത് സിവിൽ ഡ്രാഫ്റ്റർമാരായിരിക്കും. ആൻസർ ഓപ്ഷൻ ബി, സിവിൽ ഡ്രാഫ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഡ്രോയിങ് ടു റെപ്രസെൻറ്റ് ദ എഡ്ജ് ഓഫ് എ സോളിഡ് ഒബ്ജക്റ്റ്. ഓപ്ഷൻ ആംഗിൾ, വെർട്ടെക്സ്, സർഫേസ്, ലൈൻ. നമുക്കറിയാം സോളിഡ് ഒബ്ജക്റ്റിൻ്റെ എഡ്ജ് ഡ്രോയിങ്ങിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ആൻസർ ഓപ്ഷൻ ഡി, ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെയിലി വർക്ക് ലോഡ് ഓഫ് എ ഡാഷ് ഡ്രാഫ്റ്റർ വുഡ് ജനറലി ഇൻക്ലൂഡ് ടെക്നിക്കൽ ഡ്രോയിങ് ഓഫ് മെഷീൻ പാർട്സ്. ഓപ്ഷൻ ആർക്കിടെക്ചറൽ, ഓപ്ഷൻ ബി സിവിൽ, ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ. മെഷീൻ പാർട്ട് പോലെയുള്ള ടെക്നിക്കൽ ഡ്രോയിങ് വരക്കുന്നത് മെക്കാനിക്കൽ ഡ്രാഫ്റ്റേഴ്സ് ആണ്. ആൻസർ ഓപ്ഷൻ ഡി, മെക്കാനിക്കൽ. നെക്സ്റ്റ്, ദ ഫോളോയിങ് പ്രൊജക്ഷൻ മെത്തേഡ് ഈസ് ജനറലി യൂസ്ഡ് ഫോർ ഡ്രോയിങ് 2D വ്യൂ. ഓപ്ഷൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ, ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഇവിടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും യൂസ് ചെയ്യാറുണ്ട്. BIS ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഓപ്ഷൻ എ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. നെക്സ്റ്റ്, എ സെക്ഷൻ വ്യൂ യൂഷ്വലി ഷോസ് ഡാഷ് ഡീറ്റെയിൽസ്. ഓപ്ഷൻ എക്സ്റ്റീരിയർ, ഇൻറ്റീരിയർ, പ്രൊഫൈൽ, ഫോർഷോട്ടൻഡ്. നമുക്കറിയാം സെക്ഷൻ വ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ഓപ്ഷൻ ബി, ഇൻറ്റീരിയർ. സെക്ഷൻ വ്യൂ നമ്മൾ കാണിക്കുന്നത് ഒരു ഇമാജിനറി പ്ലെയിനിൽ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തിട്ടാണ്. ഈ കട്ടിംഗ് പ്ലെയിൻ ലൈനിൻ്റെ 2 എൻഡിലും ഒരു എയറോ ഹെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ എയറോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വ്യൂ ഡയറക്ഷനെയാണ്. ഏത് ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ സെക്ഷണൽ വ്യൂ കാണുന്നതെന്നാണ് ആ എയറോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കട്ട് ചെയ്ത സെക്ഷൻ്റെ വ്യൂ നമ്മൾ ഹാച്ച്ഡ് ലൈൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. നോർമൽ ഹാച്ചിങ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലൈൻസ് ഇൻ എ സെക്ഷൻ വ്യൂ യൂസ്ഡ് ടു ഷോ വേർ ദ മെറ്റീരിയൽ ഈസ് കട്ട് കോൾഡ്. ഓപ്ഷൻ കട്ടിംഗ് പ്ലെയിൻ ലൈൻ, സെക്ഷൻ ലൈൻ, ഒബ്ജക്റ്റ് ലൈൻ, ഹിഡൻ ലൈൻസ്. നമ്മൾ സെക്ഷൻ വ്യൂവിൽ കട്ട് ചെയ്ത പോർഷൻസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈനാണ് സെക്ഷൻ ലൈൻസ്, അല്ലെങ്കിൽ ഹാച്ച്ഡ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ സെക്ഷൻ വ്യൂവിൽ കട്ട് ചെയ്ത പോർഷൻസ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ആർ റിബ്സ് സെക്ഷൻഡ്. ഓപ്ഷൻ വെൻ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ കട്ടിംഗ് പ്ലെയിൻ. ഓപ്ഷൻ ബി വെൻ ദേ ആർ പാരലൽ ടു ദ കട്ടിംഗ് പ്ലെയിൻ. ഓപ്ഷൻ സി റിബ്സ് ആർ ഓൾവേസ് സെക്ഷൻഡ്. ഓപ്ഷൻ ഡി റിബ്സ് ആർ നെവർ സെക്ഷൻഡ്. നമുക്കറിയാം സെക്ഷൻ വ്യൂവിൽ റിബ്സ്, വെബ്സ്, സ്പോക്സ്, റിവറ്റ്, ബോൾട്ട്, നട്ട്, ഷാഫ്റ്റ്, അതുപോലെ കീസ്, പിൻസ്, ഇതൊക്കെ നമ്മൾ സെക്ഷൻ ചെയ്യാതെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഹാച്ച് ചെയ്യാതെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. കട്ടിംഗ് പ്ലെയിന് ഈ എലമെൻറ്റിലൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ഇതൊക്കെ നമ്മൾ സെക്ഷൻ ചെയ്യാതെയാണ് കാണിക്കുക, അല്ലെങ്കിൽ ഹാച്ച് ചെയ്യാതെയാണ് കാണിക്കുക. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, റിബ്സ് ആർ നെവർ സെക്ഷൻ. നെക്സ്റ്റ്, വെൻ എ ക്വാർട്ടർ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് റിമൂവ്ഡ് ദ സെക്ഷൻ ഈസ് എ. ഓപ്ഷൻ ഫുൾ സെക്ഷൻ, ഹാഫ് സെക്ഷൻ, ക്വാർട്ടർ സെക്ഷൻ, 1/8,
സെക്ഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാർട്ടർ പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സെക്ഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെക്ഷണൽ വ്യൂസിനെ നമുക്ക് ഫുൾ സെക്ഷൻ, ഹാഫ് സെക്ഷൻ, ഓഫ്സെറ്റ് സെക്ഷൻ, ബ്രോക്കൺ ഔട്ട് സെക്ഷൻ, റിവോൾവ്ഡ് സെക്ഷൻ ആൻഡ് റിമൂവ്ഡ് സെക്ഷൻ എന്നിങ്ങനെ 6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഫുൾ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ പ്ലെയിന് ഒബ്ജക്റ്റിലെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിലൂടെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഫുൾ സെക്ഷൻ എന്ന് പറയാം. ഇനി ഹാഫ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ പ്ലെയിന് ഒബ്ജക്റ്റിൻ്റെ ഒരു ക്വാർട്ടർ പോർഷൻ മാത്രമാണ് കട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കതിനെ ഹാഫ് സെക്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഓഫ്സെറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻ്റ് പോയിന്റുകളിൽ സെക്ഷൻ പ്ലെയിന് ഓഫ്സെറ്റ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓഫ്സെറ്റ് സെക്ഷൻ എന്ന് പറയാം. എല്ലാ ഇൻറ്റേർണൽ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓഫ്സെറ്റ് സെക്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്രോക്കൺ ഔട്ട് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം കട്ട് ചെയ്ത് ഇൻറ്റേർണൽ പോർഷൻസ് കാണിക്കുന്ന ടൈപ്പ് സെക്ഷൻസിനെയാണ് നമ്മൾ ബ്രോക്കൺ ഔട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിവോൾവ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസിൽ സെക്ഷൻ വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെക്ഷൻ വ്യൂസിനെ റൊട്ടേറ്റ് ചെയ്ത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയുള്ള വ്യൂസിനെയാണ് നമ്മൾ റിവോൾവ്ഡ് സെക്ഷൻ വ്യൂ എന്ന് പറയുന്നത്. ഇനി റിമൂവ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവോൾവ്ഡ് സെക്ഷൻ തന്നെയാണ്, പക്ഷേ സ്പേസ് കൺസ്ട്രക്ഷൻ കൊണ്ടോ ഡയമെൻഷണൽ കൺസ്ട്രക്ഷൻ കൊണ്ടോ നമ്മൾ ആ സെക്ഷണൽ വ്യൂ ഡ്രോയിങ്ങിൻ്റെ ഔട്ട്സൈഡിൽ വരക്കുന്നതിനെയാണ് നമ്മൾ റിമൂവ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹാഫ് സെക്ഷൻ. ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാർട്ടർ പോർഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാഫ് സെക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ സെക്ഷൻ വ്യൂ ഡ്രോയിങ് ഇൻ വിച്ച് ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർലി ബെൻഡ് ടു പാസ് ത്രൂ ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻറ്റീരിയർ ഡീറ്റെയിൽസ്. ഓപ്ഷൻ ഫുൾ സെക്ഷൻ, റിവോൾവ്ഡ് സെക്ഷൻ, ഓഫ്സെറ്റ് സെക്ഷൻ, ബ്രോക്കൺ ഔട്ട് സെക്ഷൻ. അതായത് എല്ലാ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസും എല്ലാ ഇമ്പോർട്ടൻ്റ് ഇൻറ്റീരിയർ ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടിയിട്ട് കട്ടിംഗ് പ്ലെയിനെ പെർപെൻഡിക്കുലർലി ബെൻഡ് ചെയ്യുന്ന ടൈപ്പ് കട്ടിംഗ് വ്യൂ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓഫ്സെറ്റ് സെക്ഷൻ. ഓഫ്സെറ്റ് സെക്ഷനിൽ ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഇമ്പോർട്ടൻ്റ് ഇൻറ്റീരിയർ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടിംഗ് പ്ലെയിനിൽ ഡിഫറെൻറ്റ് പെർപെൻഡിക്കുലർ ബെൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോർഷനിൽ ഓഫ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓഫ്സെറ്റ് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡാഷ് സെക്ഷൻ മേക്ക് യൂസ് ഓഫ് എ ഷോർട്ട് ബ്രേക്ക് ലൈൻ. ഓപ്ഷൻ ഹൂൾ സെക്ഷൻ, ഓപ്ഷൻ ബി ഓഫ്സെറ്റ് സെക്ഷൻ, ഓപ്ഷൻ സി റിവോൾവ്ഡ് സെക്ഷൻ, ഓപ്ഷൻ ഡി ബ്രോക്കൺ ഔട്ട് സെക്ഷൻ. നമ്മൾ പറഞ്ഞു ഒരു ഷോർട്ട് ബ്രേക്ക് ലൈൻ കൊടുത്തിട്ട് ഇൻറ്റേർണൽ പോർഷൻസ് കാണിക്കുന്ന ടൈപ്പ് സെക്ഷനാണെന്ത് ബ്രോക്കൺ ഔട്ട് സെക്ഷൻ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ബ്രോക്കൺ ഔട്ട് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് കമ്പയർഡ് ടു ഒബ്ജക്റ്റ് ലൈൻസ് ആർ. ഓപ്ഷൻസ് ലൈറ്റർ ആൻഡ് തിന്നർ, ഡാർക്കർ ആൻഡ് തിന്നർ, സെയിം ഡാർക്ക്നെസ് ആൻഡ് തിക്കർ, സെയിം ഡാർക്ക്നെസ് ആൻഡ് തിന്നർ. ആൻസർ ഓപ്ഷൻ സി സെയിം ഡാർക്ക്നെസ് ആൻഡ് തിക്കർ. നെക്സ്റ്റ്, ഇൻ an assembly section which of the following part are not sectioned? Option threaded fasteners, option B plastic, option C smallest piece, option D the outer piece. നമ്മൾ പറഞ്ഞു സെക്ഷണൽ വ്യൂവിൽ റിവറ്റ്, ബോൾട്സ്, നട്ട്, ഷാഫ്റ്റ്, കീസ്, പിൻ, ത്രെഡഡ് പോർഷൻസ് ഇതൊക്കെ സെക്ഷൻ ചെയ്യാതെയാണ് കാണിക്കുന്നത്. ഇതുപോലെയാണ് കാണിക്കുക. ഇതുപോലെയുള്ള എലമെൻറ്റ്സ് ഒന്നും സെക്ഷൻ ചെയ്യാതെയാണ് നമ്മൾ കാണിക്കുക. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ എ ത്രെഡഡ് ഫാസ്റ്റനേഴ്സ്. ത്രെഡഡ് ഫാസ്റ്റനേഴ്സ് നമ്മൾ സെക്ഷൻ വ്യൂവിൽ സെക്ഷൻ ചെയ്യാതെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ an assembly section a thin washer, gasket or sheet metal is described by. Option A the cast iron cross hatching symbol, option B not cross hatching it, option C not showing it, option D darkening it entirely black. ഒരു അസംബ്ലി സെക്ഷനിൽ തിൻ വാഷർ, ഗ്യാസ്കറ്റ്, ഷീറ്റ് മെറ്റൽ അതുപോലെയുള്ള ഒബ്ജക്ട്സ് കാണിക്കുന്നത് ഡാർക്കനിങ് ഇറ്റ് എൻറ്റയർലി ബ്ലാക്ക്. അത് എൻറ്റയർലി ബ്ലാക്ക് ആയിട്ട് ഡാർക്കൺ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എ സെക്ഷൻ വ്യൂ ദാറ്റ് ഷോസ് ദ സെക്ഷൻ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ എ സ്റ്റാൻഡേർഡ് വ്യൂ ഈസ് എ ഓപ്ഷൻ ഓക്സിലറി സെക്ഷൻ, റിമൂവ്ഡ് സെക്ഷൻ, റിവോൾവ്ഡ് സെക്ഷൻ, ഓഫ്സെറ്റ് സെക്ഷൻ. ആൻസർ ഓപ്ഷൻ സി, റിവോൾവ്ഡ് സെക്ഷൻ. നമുക്കറിയാം റിവോൾവ്ഡ് സെക്ഷനിൽ സെക്ഷണൽ വ്യൂ റൊട്ടേറ്റ് ചെയ്ത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ പാരലായിട്ടാണ് നമ്മൾ വരക്കുന്നത്. അതായത് സ്റ്റാൻഡേർഡ് വ്യൂ ആയിട്ട് സൂപ്പർ ഇമ്പോസ്ഡ് വ്യൂ ആണ് സെക്ഷൻ വ്യൂസിനുള്ളത്. അതുകൊണ്ട് ആൻസർ റിവോൾവ്ഡ് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെക്ഷൻ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ യൂസ് ഓഫ് എ ഓപ്ഷൻ എ കൺവെൻഷണൽ ബ്രേക്ക്, ഓപ്ഷൻ ബി എ റെഫറൻസ് പ്ലെയിൻ, ഓപ്ഷൻ സി എ റെഫറൻസ് ലൈൻ, ഓപ്ഷൻ ഡി എ കട്ടിംഗ് പ്ലെയിൻ. നമുക്കറിയാം കട്ടിംഗ് പ്ലെയിൻ ആണ് ഒരു സെക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, കട്ടിംഗ് പ്ലെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് മെയിൻലി ടു എക്സ്പോസ് സ്മോൾ പോർഷൻസ് ഓഫ് ഇൻറ്റീരിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഓപ്ഷൻ എ റിവോൾവ്ഡ് സെക്ഷൻ, ഓപ്ഷൻ ബി റിമൂവ്ഡ് സെക്ഷൻ, ഓപ്ഷൻ സി ബ്രോക്കൺ ഔട്ട് സെക്ഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സ്മോൾ പോർഷൻ മാത്രം എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷനാണ് ബ്രോക്കൺ ഔട്ട് സെക്ഷൻ. ആൻസർ ഓപ്ഷൻ സി, ബ്രോക്കൺ ഔട്ട് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർപ്പസ് ഓഫ് ഏരോ ഹെഡ്സ് ഓൺ എ കട്ടിംഗ് പ്ലെയിൻ ലൈൻ ഈസ് ടു. ഓപ്ഷൻ എ ഷോ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഇമാജിനറി കട്ട് സർഫസ് ഈസ് വ്യൂഡ്, ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻ ഓഫ് കട്ടിംഗ് പ്ലെയിൻ, ഓപ്ഷൻ സി ഐഡൻറ്റിഫൈ ദ റെഫറൻസ് ലെറ്റേഴ്സ് സച്ച് എസ് എ എ ഓർ ബി ബി എക്സെട്ര, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം നമ്മൾ കട്ടിംഗ് പ്ലെയിൻ ലൈനിൽ ഏരോ ഹെഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ വ്യൂ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ഓപ്ഷൻ എ ഷോ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഇമാജിനറി കട്ട് സർഫസ് ഈസ് വ്യൂഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രോയിങ് സെക്ഷൻ വ്യൂസ്? ഓപ്ഷൻ എ ടു ഷോ ദ ട്രൂ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്, ഓപ്ഷൻ ബി ടു ഷോ ദ ട്രൂ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ഹോൾസ്, ഓപ്ഷൻ സി to show what an object would look like without hidden lines, option D to show the inside details of complicated parts that would be confusing with hidden lines. നമുക്കറിയാം നമ്മൾ സെക്ഷൻ വ്യൂസ് വരക്കുന്നത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ഇൻറ്റേർണൽ പാർട്ട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ആംഗിൾ ആർ ദ സെക്ഷൻ ലൈൻസ് യൂഷ്വലി ഡ്രോൺ? ഓപ്ഷൻ എ 30 ഡിഗ്രി, ഓപ്ഷൻ ബി 45 ഡിഗ്രി, ഓപ്ഷൻ സി 60 ഡിഗ്രി, ഓപ്ഷൻ ഡി 90 ഡിഗ്രി. ആൻസർ ഓപ്ഷൻ ബി 45 ഡിഗ്രി. നോർമലി ഹാച്ചിങ് ലൈൻ അല്ലെങ്കിൽ സെക്ഷൻ ലൈൻസ് നമ്മൾ വരക്കുന്നത് 45 ഡിഗ്രിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലൈൻ ടൈപ്പ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ ലൈൻ? ഓപ്ഷൻ എ സെക്ഷൻ ലൈൻ, ഓപ്ഷൻ ബി ഹിഡൻ ലൈൻ, ഓപ്ഷൻ സി സെൻട്രൽ ലൈൻ, ഓപ്ഷൻ ഡി ഫാൻറ്റം ലൈൻ. കട്ടിംഗ് പ്ലെയിൻ ലൈൻസ് 2 ഷോർട്ട് ലൈൻസും ഒരു ലോങ് ലൈൻസും ഉള്ള ടൈപ്പ് ലൈൻസാണ്. ഈ ടൈപ്പ് ലൈൻസുകളെ നമ്മൾ പറയുന്നത് ഫാൻറ്റം ലൈൻസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഫാൻറ്റം ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പാർട്ട് ഓൺ എ സെക്ഷൻ വ്യൂ ആർ നോട്ട് സെക്ഷൻ? ഓപ്ഷൻ എ ചാംഫേഴ്സ്, ഓപ്ഷൻ ബി ഹോൾസ്, ഓപ്ഷൻ സി റൗണ്ട്സ്, ഓപ്ഷൻ ഡി ഫില്ലറ്റ്. നമ്മൾ പറഞ്ഞു സെക്ഷൻ വ്യൂവിൽ ഹോൾസ്, ത്രെഡഡ് പോർഷൻ, റിവറ്റ്, ഷാഫ്റ്റ്, റിബ്, വെബ് അതുപോലെയുള്ള ഒബ്ജക്റ്റുകളൊന്നും സെക്ഷൻ ചെയ്ത് കാണിക്കാറില്ല. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, ഹോൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കട്ടിംഗ് പ്ലെയിൻ ലൈൻ? ഓപ്ഷൻ എ ടു ഷോ വേർ ദ മെറ്റീരിയൽ ഈസ് കട്ട്, ടു ഷോ വിച്ച് വേ യു ആർ ലുക്കിംഗ് അറ്റ് ദ പാർട്ട്, ടു ഷോ വിച്ച് പാർട്ട് യു ആർ റിമൂവിങ്, ടു ഷോ വാട്ട് ദ പാർട്ട് ലുക്ക് ലൈക്ക്. നമുക്കറിയാം കട്ടിംഗ് പ്ലെയിൻ ലൈന് വരക്കുന്നത് എവിടെയാണ് കട്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ എ ടു ഷോ വേർ മെറ്റീരിയൽ ഈസ് കട്ട്. വാട്ട് ലൈൻ ടൈപ്സ് ആർ യൂഷ്വലി ഒമിറ്റഡ് ഫ്രം സെക്ഷണൽ വ്യൂസ്? ഓപ്ഷൻ എ സെക്ഷൻ ലൈൻസ്, ഓപ്ഷൻ ബി ഹിഡൻ ലൈൻസ്, ഓപ്ഷൻ സി സെൻട്രൽ ലൈൻസ്, ഓപ്ഷൻ ഡി ഫാൻറ്റം ലൈൻസ്. നമുക്കറിയാം സെക്ഷൻ ലൈൻസും സെൻട്രൽ ലൈൻസും ഫാൻറ്റം ലൈൻസും ഒക്കെ സെക്ഷൻ വ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈൻസാണ്. സെക്ഷൻ വ്യൂസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ലൈന് ഓപ്ഷൻ ബി ഹിഡൻ ലൈൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ എ സെക്ഷൻ വ്യൂ വാട്ട് ഡു വി കോൾ ദ ലൈൻസ് യൂസ്ഡ് ടു ഷോ വേർ ദ മെറ്റീരിയൽ ഈസ് കട്ട് ത്രൂ? ഓപ്ഷൻ ഒബ്ജക്റ്റ് ലൈൻസ്, ഹിഡൻ ലൈൻസ്, സെൻട്രൽ ലൈൻസ്, കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്. സെക്ഷൻ വ്യൂവിൽ മെറ്റീരിയൽ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലൈൻസാണ് കട്ടിംഗ് പ്ലെയിൻ ലൈൻസ്. ആൻസർ ഓപ്ഷൻ ഡി,
cutting plane lines. Next question, a sections that rotate irregular features into cutting plane. Option A, aligned section. Option B, broken out section. Option C, outline section. Option D, removed section. Answer ഓപ്ഷൻ എ, അലൈൻഡ് സെക്ഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് അലൈൻഡ് സെക്ഷൻ. ഈ റിബ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് പ്ലെയിൻ ഒരു ആംഗിളിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെക്ഷണൽ വ്യൂ വരക്കുന്നത്. ഇങ്ങനെയുള്ള സെക്ഷൻ വ്യൂവിനെയാണ് നമ്മൾ അലൈൻഡ് സെക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് യൂസസ് എ സ്റ്റെപ്പ്ഡ് കട്ടിംഗ് പ്ലെയിൻ ത്രൂ ഫീച്ചേഴ്സ്. ഓപ്ഷൻ എ, ഓഫ്സെറ്റ് സെക്ഷൻ. ഓപ്ഷൻ ബി, ഫുൾ സെക്ഷൻ. ഓപ്ഷൻ സി, റിമൂവ്ഡ് സെക്ഷൻ. ഓപ്ഷൻ ഡി, റിവോൾവ്ഡ് സെക്ഷൻ. നമുക്കറിയാം ഓഫ്സെറ്റ് സെക്ഷനിലാണ് സ്റ്റെപ്പ്ഡ് കട്ടിംഗ് പ്ലെയിൻ ഉള്ളത്. ആൻസർ ഓപ്ഷൻ എ, ഓഫ്സെറ്റ് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വ്യൂ ദാറ്റ് മേക്ക് എ തിയററ്റിക്കൽ കട്ട് റിമൂവിങ് 1/4 ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ്. ഓപ്ഷൻ ഹാഫ് സെക്ഷൻ, ഫുൾ സെക്ഷൻ, കട്ടിംഗ് പ്ലെയിൻ ലൈൻ, സിമെട്രിക്കൽ. നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാർട്ടർ പോർഷൻ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് സെക്ഷനാണ് ഹാഫ് സെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ സെക്കൻഡറി ഡ്രോയിങ് വ്യൂ ഷോയിങ് ദ ഇൻറ്റീരിയർ സ്ട്രക്ചർ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ്. ഓപ്ഷൻ സെക്ഷൻ വ്യൂ, മോർഗൻ ഫ്രീമാൻ വ്യൂ, കട്ടിംഗ് പ്ലെയിൻ ലൈൻ, സിമെട്രിക്കൽ. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എക്സ്പോസ് ചെയ്യാനുള്ള വ്യൂ ആണ് സെക്ഷൻ വ്യൂ. ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ വ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾസോ നോൺ ആസ് എ റൊട്ടേറ്റഡ് സെക്ഷൻ, എ വ്യൂ യൂസ്ഡ് ടു ഷോ ഷേപ്സ് ഓഫ് ഒബ്ജക്റ്റ് സച്ച് എസ് സ്പോക്സ് ആൻഡ് റിബ്സ്. ഓപ്ഷൻസ് റിമൂവ്ഡ് സെക്ഷൻ, റിവോൾവ്ഡ് സെക്ഷൻ, ഹാഫ് സെക്ഷൻ, ഫുൾ സെക്ഷൻ. നമുക്കറിയാം റിവോൾവ്ഡ് സെക്ഷൻ വ്യൂ ആണ് റിബ്സ്, വെബ്സ് അതുപോലെയുള്ള പാർട്ടുകൾ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ സെക്ഷൻ വ്യൂ റൊട്ടേറ്റ് ചെയ്ത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ പാരലായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, റിവോൾവ്ഡ് സെക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വ്യൂ ദാറ്റ് മേക്ക് എ തിയററ്റിക്കൽ കട്ട് ത്രൂ ദ എൻറ്റയർ ഒബ്ജക്റ്റ് ഈസ്. ഓപ്ഷൻ റിവോൾവ്ഡ് സെക്ഷൻ, റിമൂവ്ഡ് സെക്ഷൻ, ഹാഫ് സെക്ഷൻ, ഫുൾ സെക്ഷൻ. നമ്മൾ പറഞ്ഞു എൻറ്റയർ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്യുന്ന ടൈപ്പ് സെക്ഷനാണ് ഫുൾ സെക്ഷൻ. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, ഫുൾ സെക്ഷൻ. നെക്സ്റ്റ്, എ വ്യൂ വേർ ദ വ്യൂ ഓർ മൾട്ടിപ്പിൾ വ്യൂസ് ആർ ഷോസ് എൽസ്വെയർ ഓൺ ദ ഡ്രോയിങ് ഷീറ്റ് ഈസ്. ഓപ്ഷൻ റിവോൾവ്ഡ് സെക്ഷൻ, റിമൂവ്ഡ് സെക്ഷൻ, ഹാഫ് സെക്ഷൻ, ഫുൾ സെക്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്ഷണൽ വ്യൂ നോർമൽ വ്യൂസിന് ഔട്ട്സൈഡിൽ വരക്കുന്ന ടൈപ്പ് സെക്ഷൻ ഏതാണെന്നാണ്. നമുക്കറിയാം റിമൂവ്ഡ് സെക്ഷനാണ് ആൻസർ. റിമൂവ്ഡ് സെക്ഷനിൽ സെക്ഷണൽ വ്യൂ നോർമൽ വ്യൂവിന് ഔട്ട്സൈഡിലാണ് വരക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ബേസ് ഡസ് എ കോൺ ഹാവ്. ഓപ്ഷൻ ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, റെക്റ്റാങ്കിൾ. ഒരു കോണിൻ്റെ ബേസ് ഷേപ്പ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, സർക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ടു പ്രിസം intersect at right angle, the curve of intersection is made up of. Option circular arc, elliptical arc, curved line, straight line. ഇവിടെ നോക്കുക, രണ്ട് പ്രിസംസ് റൈറ്റ് ആംഗിളിൽ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി, സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് കർവ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഓപ്ഷൻ ലൈൻ മെത്തേഡ്, കർവ് മെത്തേഡ്, ജനറേറ്റർ മെത്തേഡ്, കട്ടിംഗ് പ്ലെയിൻ മെത്തേഡ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, കർവ് മെത്തേഡ്. കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സുകളാണ് ബാക്കിയുള്ള 3 മെത്തേഡും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സർഫേസസ് ഹെൽപ്സ് ഇൻ. ഓപ്ഷൻ ഷീറ്റ് മെറ്റൽ വർക്ക്, ബിൽഡിംഗ് വർക്ക്, ആർക്കിടെക്ചർ ഡ്രോയിങ്, ഓൾ ഓഫ് ദിസ്. ആൻസർ ഷീറ്റ് മെറ്റൽ വർക്ക്. ഇൻ്റർസെക്ഷൻ ഓഫ് സർഫേസസ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഷീറ്റ് മെറ്റൽ വർക്ക്സിനെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻ്റർസെക്ഷൻ ഓഫ് എ കോൺ ബൈ എ പ്ലെയിൻ റിസൾട്ട് ഇൻ. ഓപ്ഷൻ കോണിക് സെക്ഷൻ, സൈക്ലോയിഡ്, ഹെലിക്സ്, നൺ ഓഫ് ദിസ്. നമുക്കറിയാം ഒരു കോണിനെ ഒരു പ്ലെയിന് വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പുകളെയാണ് അല്ലെങ്കിൽ സെക്ഷൻസിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ അനുസരിച്ച് സർക്കിൾ, എലിപ്സ്, പരാബോള, ഹൈപ്പർബോള ഇത്രയും കോണിക് സെക്ഷൻസ് ഫോം ചെയ്യും. ആൻസർ ഓപ്ഷൻ എ, കോണിക് സെക്ഷൻ.
നെക്സ്റ്റ്, ദ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എനി സോളിഡ് വിത്ത് എ ലൈൻ ഈസ്. ഓപ്ഷൻ എ പോയിന്റ്, ഓപ്ഷൻ ബി എ ലൈൻ, ഓപ്ഷൻ സി എ ക്ലോസ്ഡ് ലൂപ്പ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഒരു സോളിഡിനെ ഒരു ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് ഒരു പോയിന്റ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ പോയിന്റ്. നെക്സ്റ്റ്, വെൻ എ സിലിണ്ടർ പെനിട്രേറ്റ്സ് ഇൻ ടു എ വെർട്ടിക്കൽ കോൺ with their axis parallel to each other, the top view of the curve of intersection is. Options: a circle, an ellipse, a parabola, a cycloid. ഒരു വെർട്ടിക്കൽ കോണിലേക്ക് അതിൻ്റെ ആക്സിസിന് പാരലായിട്ട് ഒരു സിലിണ്ടർ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ ആ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു കോണാണ്. ഇതിലേക്ക് ഈ ഒരു സിലിണ്ടർ പെനിട്രേറ്റ് ചെയ്യുന്നു. ഈ കോണിൻ്റെയും സിലിണ്ടറിൻ്റെയും ആക്സിസ് പാരലാണ്. ഇതാണ് കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഈ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ടോപ്പ് വ്യൂവിൽ കാണുക ഒരു സർക്കിൾ ആയിട്ടായിരിക്കും. ആൻസർ ഓപ്ഷൻ എ സർക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ വെർട്ടിക്കൽ സിലിണ്ടർ ഈസ് പെനിട്രേറ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ സിലിണ്ടർ, ദ ടോപ്പ് വ്യൂ ഓഫ് കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ്. ഓപ്ഷൻ എ സർക്കുലർ കർവ്, എൻ എലിപ്റ്റിക്കൽ കർവ്, എ ക്ലോസ്ഡ് ലൂപ്പ്, നൺ ഓഫ് ദിസ്. ഒരു വെർട്ടിക്കൽ സിലിണ്ടറിലേക്ക് ഒരു ഹൊറിസോണ്ടൽ സിലിണ്ടർ ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ അതിൻ്റെ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ടോപ്പ് വ്യൂ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ കേസിൽ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ഫ്രണ്ട് വ്യൂ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ടോപ്പ് വ്യൂ ഒരു സർക്കുലർ കർവ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ എ സർക്കുലർ കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഇൻ HP ഈസ് പെനിട്രേറ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ സിലിണ്ടർ. ദ ടോപ്പ് വ്യൂ ഓഫ് കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ്. ഓപ്ഷൻ എ സർക്കുലർ കർവ്, എൻ എലിപ്റ്റിക്കൽ കർവ്, എ ക്ലോസ്ഡ് ലൂപ്പ്, നൺ ഓഫ് ദിസ്. ഒരു വെർട്ടിക്കൽ സിലിണ്ടറിലേക്ക് ഒരു ഹൊറിസോണ്ടൽ സിലിണ്ടർ പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ടോപ്പ് വ്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യനിലെ സിറ്റുവേഷൻ. വെർട്ടിക്കൽ കോണിലേക്ക് ഹൊറിസോണ്ടൽ സിലിണ്ടർ പെനിട്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ്റെ ഫ്രണ്ട് വ്യൂ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ടോപ്പ് വ്യൂ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സ്ട്രക്ചർ ആയിരിക്കും. നെക്സ്റ്റ്, ദ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ വെർട്ടിക്കൽ സിലിണ്ടർ വിത്ത് ആൻ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഈസ്. ഓപ്ഷൻ എ പോയിന്റ്, എ സ്ട്രെയിറ്റ് ലൈൻ, എ കർവ്ഡ് ലൈൻ, എ ക്ലോസ്ഡ് ലൂപ്പ്. ഒരു വെർട്ടിക്കൽ സിലിണ്ടറിൻ്റെയും ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനിൻ്റെയും കർവ് ഓഫ് ഇൻ്റർസെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP. ഈ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഈ സിലിണ്ടറിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി എ സ്ട്രെയിറ്റ് ലൈൻ. നെക്സ്റ്റ്, ദ കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ വെർട്ടിക്കൽ കോൺ വിത്ത് ആൻ ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ ഈസ്. ഓപ്ഷൻ സ്ട്രെയിറ്റ് ലൈൻ, എലിപ്റ്റിക്കൽ കർവ്, പരാബോളിക് കർവ്, ഹൈപ്പർബോളിക് കർവ്. നമുക്കറിയാം ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP. ഇവിടെ ഈ വെർട്ടിക്കൽ കോണും ഓക്സിലറി വെർട്ടിക്കൽ പ്ലെയിനും തമ്മിലുള്ള കർവ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒരു ഹൈപ്പർബോള ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ഹൈപ്പർബോളിക് കർവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഓപ്ഷൻ എ 3-dimensional object has length, width and height. Option B, a prism has 2 bases that are polygon and rectangular sides called faces. Option C, a pyramid has 1 base that is a polygon and triangular faces that meet at a point. Option D, all of the above statement. നമുക്കറിയാം 3-dimensional ഒബ്ജക്റ്റിന് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഉണ്ടാവും. ഇനി പ്രിസത്തിൻ്റെ 2 ബേസും പോളിഗൺ ആയിരിക്കും, ഫേസസ് റെക്റ്റാങ്കുലറും ആയിരിക്കും. തേർഡ്, പിരമിഡിൻ്റെ ബേസ് പോളിഗണും ഫേസ് ട്രയാങ്കുലർ ഷേപ്പും ആയിരിക്കും. ഈ ഫേസസ് ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യും. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.